ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. മക്കളെ പ്ലസ് ടുവിൽ പഠിക്കാനുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാൽക്കുലസിൻ്റെ ഭാഗം തുടങ്ങുന്ന ചാപ്റ്ററാണ്. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. കാൽക്കുലസിൻ്റെ ബേസ് ഇവിടെ മുതൽ അങ്ങോട്ട് നമ്മൾ പ്ലസ് വണ്ണിൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു തുടങ്ങിയത് മുതൽ ഇങ്ങോട്ടേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിച്ചു വരുന്ന കാൽക്കുലസിൻ്റെ ചാപ്റ്ററുകളുടെ പ്ലസ് ടുവിലുള്ളൊരു ബേസ് തുടങ്ങുന്ന ചാപ്റ്ററാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. സിമ്പിളായിട്ടുള്ള ചാപ്റ്ററല്ല, കുറച്ച് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുള്ള ചാപ്റ്ററൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ പഠിച്ചു തുടങ്ങാത്ത ഇതുവരെ എനിക്കിത് ഈ ചാപ്റ്റർ കണ്ടിന്യൂറ്റിനെ കൊണ്ട് പറ്റൂല, അത് ഞാൻ ഒഴിവാക്കുകയാണ് എന്ന് വിചാരിച്ച കുറേ ആൾക്കാരുണ്ടാവും അല്ലേ? അങ്ങനത്തെ ആൾക്കാർ നിർബന്ധമായിട്ടും ഈ ഒരു അരമണിക്കൂറിൻ്റെ വീഡിയോ ഒന്ന് വൃത്തിക്ക് ഇരുന്നിട്ട് കാണാം. മനസ്സിലായോ? ഇതിലെല്ലാ ടോപ്പിക്കുകളും ഞാൻ സെപ്പറേറ്റ് വൈസ് കണ്ടിന്യൂസ് ഓരോ സാധനങ്ങളും പറഞ്ഞു പോരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ടും കാണുക. എന്നിട്ട് അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നിട്ട് പോയി എക്സാം എഴുതടാ. ഇതിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക? പഠിക്കുക, ക്ലാസ് കേൾക്കുക, കണ്ടിട്ട് അടിപൊളിയായിട്ട് എക്സാം ചെയ്താൽ ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോയാലോ? തുടങ്ങല്ലേ? ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ഈ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക്. കണ്ടിന്യൂറ്റിയിൽ നമ്മൾ കണ്ടിന്യൂറ്റി തെളിയിക്കാൻ രണ്ട് ഫോമുകളാണൊന്ന് യൂസ് ചെയ്യുക. ഒന്ന് കണ്ടിന്യൂസിൽ ശരിക്കും നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ഗ്രാഫ് തന്നിട്ട് കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യനുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഗ്രാഫിക്കലി തന്നു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആണോ അല്ലേ എന്ന് എങ്ങനെയാണ് ഉറപ്പിക്കുക? എങ്ങനെ ഉറപ്പിക്കുക ഗ്രാഫിക്കലി കണ്ടിന്യൂസ് ആണോ അല്ലേ എന്ന് ഉറപ്പിക്കണമെങ്കിൽ ഇപ്പോൾ ശ്രദ്ധിച്ചോ. ഈ ഗ്രാഫിൽ നമുക്ക് ഈ തന്ന ഫസ്റ്റ് ഗ്രാഫ്, ഞാനൊരു ഗ്രാഫ് തുടങ്ങിയിട്ട് അതിൻ്റെ എൻഡ് വരെ എൻ്റെ പെണ്ണെടുക്കാതെ എനിക്ക് വരക്കാൻ പറ്റണം. സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ എനിക്ക് പെണ്ണെടുക്കാതെ വരക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഞാൻ ഇങ്ങനെ പോയിട്ട് ഇത് എൻഡ് വരെ എനിക്ക് പെണ്ണെടുക്കാതെ വരക്കാൻ പറ്റുന്നില്ലേടാ? അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താടാ? ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഓക്കെ ആണോ? ഗ്രാഫിക്കലി മനസ്സിലാക്കുന്ന സിമ്പിൾ മെത്തേഡാണ്. ഓർത്തു വെച്ചോ. ഇവിടുന്ന് തുടങ്ങിയിട്ട് എൻഡ് വരെ എനിക്ക് പെണ്ണെടുക്കാതെ വരക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഈ ഗ്രാഫ് ഒന്ന് നോക്കിയടാ. ഇവിടുന്ന് തുടങ്ങി, അല്ലെങ്കിൽ ഇവിടുന്ന് തുടങ്ങി, ഇവിടുന്നാണ് തുടങ്ങുക. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ പോയി, ഞാൻ ഇങ്ങനെ പോവാണ്, ഇങ്ങനെ പോയി എടുക്കുന്നുണ്ടോ? പെണ്ണെടുക്കുന്നുണ്ടോ എവിടെയെങ്കിലും? ഇല്ല, കണ്ടിന്യൂസ് ആയിട്ടല്ലേ പോകുന്നത്. അങ്ങനെ പോവുകയാണെങ്കിൽ ഇതും എന്തിനാടാ? കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള പല ഗ്രാഫുകളും ഉണ്ട്. ഇത് മോഡുലസ് എക്സിൻ്റെ ഗ്രാഫാണ്. ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി, പെണ്ണെടുക്കുന്നുണ്ടോ? ഇല്ല, കണ്ടിന്യൂസ് ആയിട്ടാണ് പോകുന്നത്. ഇതും എന്തുതന്നെയാണ്? കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഇതും കണ്ടിന്യൂസ് ആണ്, ഇതും കണ്ടിന്യൂസ് ആണ്. ഈ ഗ്രാഫ് ഒന്ന് നോക്കിയടാ. ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടെ എത്തി. ഇനി അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഞാൻ പെണ്ണെടുത്തിട്ട് ഇപ്പുറത്ത് കൊടുത്തിട്ട് വേണം അപ്പുറത്തേക്ക് ബാക്കി വരക്കാൻ, വേണ്ടേ? അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക് ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്തല്ല എന്നാണ് പറയുക? കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ല എന്നാണ് പറയുക. ഓർത്ത് വെച്ചോടാ. സിമ്പിൾ സാധനമാണ്. ഗ്രാഫ് തന്നിട്ട് നിങ്ങളോട് കണ്ടിന്യൂസ് ആണോ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാഫിൽ ഇതേപോലെ ബ്രേക്ക് ഉണ്ടോ എന്ന് മാത്രങ്ങൾ നോക്കിയാൽ മതി. ബ്രേക്ക് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഏത് പോയിന്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് സംഭവിക്കുന്ന എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് ഉണ്ടാവും. ഇതിപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് ഞാൻ ജനറൽ ആയിട്ട് എടുക്കുകയാണ്. ഇവിടെ 2 ആണെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് അല്ലെങ്കിൽ നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 2 എന്ന് എഴുതി കൊടുക്കണം. നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു ഈ പോയിന്റ് 3 ആണെങ്കിൽ നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 3 എന്ന് എഴുതി കൊടുക്കണം. ഞാനിവരെ ജനറൽ ആയിട്ട് എ എന്ന് എടുക്കുകയാണെങ്കിൽ നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ എന്ന് എഴുതി കൊടുക്കണം. ഏത് പോയിന്റിലാണോ ആ ബ്രേക്ക് സംഭവിക്കുന്നത് ആ എക്സ് ആക്സിസിൻ്റെ പോയിന്റിനാണ് എന്ത് പറയുക? നോട്ട് കണ്ടിന്യൂസ് പറയാം. ഓക്കെ അല്ലടാ? സിമ്പിൾ അല്ലേടാ? ഇനി അടുത്തതിലേക്ക് പോവുകയാണ് നമ്മൾ. ഇതാ അടുത്തൊരു ഫോം എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി തെളിയിക്കാനുള്ള അടുത്തൊരു ഫോം യൂസിങ് ലിമിറ്റ്സ് ആണ്. ലിമിറ്റ് യൂസ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അതിന് നമ്മൾ ആദ്യം ഒരു നമ്പർ ലൈൻ വരച്ചു കൊടുക്കുക. നമ്പർ ലൈൻ വരച്ചിട്ട് അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളതും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളതും ഇക്വേഷൻസ് എടുക്കുക. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ആ പോയിന്റിൽ ഒരു പോയിന്റ് ഉണ്ടാവും. സി എന്ന് പറയുന്ന പോയിന്റ്, ഒരു 2 എന്ന് പറയുന്ന, അല്ലെങ്കിൽ 3 എന്ന് പറയുന്ന പോയിന്റ്, അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന പോയിന്റ്, അല്ലെങ്കിൽ 0 എന്ന് പറയുന്ന പോയിന്റ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റിലാണ് നിങ്ങളോട് കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യാൻ ചോദിക്കുക. അപ്പോൾ ആ പോയിന്റിലുള്ള ഒരു ലിമിറ്റും ഉണ്ടാവും. അതായത് ഒരു ഫംഗ്ഷൻ തന്നു എന്ന് വിചാരിക്കുക. ഒരു ഫംഗ്ഷൻ്റെ കണ്ടീഷനിൽ ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഉണ്ടാവും. ഇവിടെ ശ്രദ്ധിച്ചോ. എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു, ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങളതിനെ എക്സ് എന്ന് എടുത്തോ. ഇവിടെ ഞാൻ എക്സ് സ്ക്വയർ എന്ന് എടുത്തോ. ഇത് എക്സ് ലെസ് ദാൻ 0, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഇങ്ങനെയാണ് ഫംഗ്ഷൻ എന്ന് വിചാരിച്ചോ. അപ്പോൾ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ 0-നേക്കാളും ചെറുത്. അപ്പോൾ ഞാൻ ഈ നമ്പർ ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഈ പോയിന്റിലാണ് ഞാൻ എന്ത് മാർക്ക് ചെയ്യാടാ? 0 എന്ന് മാർക്ക് ചെയ്യുക. 0-നേക്കാളും ചെറുത് ഇപ്പുറത്തേക്കുള്ള ഫംഗ്ഷൻ എക്സ് ആണ്, എക്സ് സ്ക്വയർ അല്ല, എക്സ് ആണ്. ഇപ്പുറത്തേക്കുള്ള ഫംഗ്ഷൻ എക്സ് ആണ്, അപ്പുറത്തേക്കുള്ള ഫംഗ്ഷൻ എന്തുവാണടാ? എക്സ് സ്ക്വയറുമാണ്. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, ഇതാണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ഈ ഫംഗ്ഷൻ ഈ ലിമിറ്റ് വെച്ചിട്ട് ഇത് കണ്ടിന്യൂസ് ആണ് തെളിയിക്കണമെങ്കിൽ, എടാ ഇവിടെ ശ്രദ്ധിച്ചോ. ഉപയോഗിക്കേണ്ട മെത്തേഡ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും. ലെഫ്റ്റ്
ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ആ ഫംഗ്ഷൻ, ആ പോയിന്റിലുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്, അതാണ് എഫ് ഓഫ് സി എന്ന് പറയുന്നത്. സി എന്ന് പറയുന്ന പോയിന്റിലുള്ളൊരു ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനും ഈക്വൽ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സി എന്ന് പറയുന്ന പോയിന്റ് ആ ഫംഗ്ഷനിൽ ഇട്ട് കൊടുത്താൽ കിട്ടുന്ന വാല്യൂം ഈക്വൽ ആണെങ്കിൽ ഈ ലിമിറ്റ് അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ എന്താണെന്ന് പറയൂടാ? കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയും. ക്ലിയർ ആണോടാ? ലിമിറ്റ് വെച്ചിട്ട് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ആ പോയിന്റിലുള്ള ഫംഗ്ഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നും ഈക്വൽ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്താടാ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ തെളിയിക്കാൻ 2 മെത്തേഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ഗ്രാഫിക്കലി നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂസ് ആണോ അല്ലേ എന്ന് നോക്കാം. സെക്കൻഡ് മെത്തേഡ് ലിമിറ്റ് യൂസ് ചെയ്തിട്ട് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഫംഗ്ഷനിലും കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. ക്ലിയർ ആണോടാ? ഓക്കെ. അപ്പോൾ അടുത്തത് നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്ത് വെക്കേണ്ട കുറച്ച് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ്, കണ്ടിന്യൂസ് ആവുന്ന കുറച്ച് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തത് പോളിനോമിയൽ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്. എന്തൊക്കെയാണ് പോളിനോമിയൽ ഫംഗ്ഷൻസ്? എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 ഇങ്ങനെ പറയുന്ന പോളിനോമിയൽ ഫംഗ്ഷൻ നമ്മൾ 10ാം ക്ലാസ് മുതലേ പോളിനോമിയൽസ് പഠിക്കുന്നതാണ്. അങ്ങനെ വരുന്ന ഫംഗ്ഷൻസ് ഒക്കെ ജനറലി എന്ത് ഫംഗ്ഷൻസ് ആടാ? കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. രണ്ടാമത്തത് റാഷണൽ ഫംഗ്ഷൻ. റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ p/q ഫോമിലാണ്, നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2x പ്ലസ് 3 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2 ഇത് റാഷണൽ ഫംഗ്ഷനാ. ഈ ഫംഗ്ഷൻ മുകളിലുള്ള പോളിനോമിയലാണ്, താഴത്തുള്ളതും പോളിനോമിയലാണ്. ആ ഫംഗ്ഷൻസ് എന്താടാ? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇത് റാഷണൽ ഫംഗ്ഷൻ ആണ്. റാഷണൽ ഫംഗ്ഷൻ ജനറലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ആൻഡ് തേർഡ് വൺ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഏതൊക്കെയാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്? സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, സീക്ക് എക്സ്, അങ്ങനെ പോകുന്ന എല്ലാ ഫംഗ്ഷൻസും എന്താടാ? കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഏതൊക്കെയാണ് ഇൻവേഴ്സ്? സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്, ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്, കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ്. ഇതൊക്കെ എന്താടാ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും ടാൻ ഇൻവേഴ്സും ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ഒക്കെ എന്താടാ? കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ മോഡുലസ് ഫംഗ്ഷൻ. മോഡ് എക്സ്, മോഡുലസ് ഫംഗ്ഷൻ എന്താടാ? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. മോഡുലസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, ഇതൊക്കെ നമ്മൾ +1 പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്ന ലിമിറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ എന്താണ്? കണ്ടിന്യൂസ് ആയിരിക്കും. ഇവിടെ ശ്രദ്ധിച്ചോ, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. എന്താ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി അല്ലെങ്കിൽ ഈക്വൽ ടു 3 ഏതെങ്കിലും ഒരു വാല്യൂ ഗ്രാഫിക്കലി നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ലൈൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലൈൻ വരുന്ന ലൈൻസിനെയാണ് എന്ത് പറയുക? കോൺസ്റ്റന്റ് ഫംഗ്ഷൻസ് ആണ്. അതും എന്താണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. നെക്സ്റ്റ് വൺ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. e⁻x. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. ആൻഡ് ലാസ്റ്റ് വൺ ലോഗരിതമിക് ഫംഗ്ഷൻസ്. ലോഗ് എക്സും എന്താടാ? കണ്ടിന്യൂസ് ആണ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. ലോഗരിതമിക് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. കോൺസ്റ്റന്റ് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. മോഡുലസ് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. റാഷണൽ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. ആൻഡ് ദ ഫസ്റ്റ് വൺ പോളിനോമിയൽ ഫംഗ്ഷൻസ് ആർ ഓൾവേസ് കണ്ടിന്യൂസ്. ഈ കാണുന്ന ഫംഗ്ഷൻസ് ഒക്കെ കണ്ടിന്യൂസ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഒരാളുണ്ട്, ഇയാളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ. ഇതിന് എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു ബോക്സ് എക്സ് എന്നാണ് നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ എന്തല്ല? കണ്ടിന്യൂസ് അല്ല. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ്. ഓർത്ത് വെക്കുക, ഇത്രയും ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണ്, പക്ഷേ ആര് കണ്ടിന്യൂസ് അല്ലടാ? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് ഇറ്റ്സ് ഇൻറ്റീജർ വാല്യൂസ്. ഇൻറ്റീജർ വാല്യൂസിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ എന്താടാ? കണ്ടിന്യൂസ് അല്ല. ഓക്കെ അല്ലേ? ആൻഡ് ദ നെക്സ്റ്റ് വൺ ഓൾജിബ്ര. അതായത് 2 ഫംഗ്ഷൻസ്, എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ഉണ്ട്, ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ഉണ്ട്. തമ്മിൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞാലും കണ്ടിന്യൂസ് ആണ്, തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാലും കണ്ടിന്യൂസ് ആണ്, തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും കണ്ടിന്യൂസ് ആണ്, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും എന്താണ്? കണ്ടിന്യൂസ് ആണ്. എഫും ജിയും 2 ഫംഗ്ഷൻസ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ആണ്. ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. എഫ് പ്ലസ് ജി എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ. സൈൻ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ. എഫും ജിയും കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണെങ്കിൽ എഫ് പ്ലസ് ജിയും എഫ് മൈനസ് ജിയും എഫ് ഇൻറ്റു ജിയും എഫ് ബൈ ജിയും ഒക്കെ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഓൾജിബ്രയിൽ കണ്ടീഷൻ എഫ് ജി ആർ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. എഫും ജിയും കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണെങ്കിൽ എഫ് പ്ലസ് ജിയും എഫ് മൈനസ് ജിയും എഫ് ഇൻറ്റു ജിയും എഫ് ബൈ ജിയും എന്തായിരിക്കും? കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആയിരിക്കും. ഇവിടെ ഒരൊറ്റ കണ്ടീഷനും കൂടി ഉണ്ട്, ജി നോട്ട് ഈക്വൽ ടു 0. ജി ഒരിക്കലും എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. ഇതിൽ നോക്കിക്കോ, സൈൻ എക്സ് കണ്ടിന്യൂസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണെന്ന്. എക്സ് സ്ക്വയറും കണ്ടിന്യൂസ് ആണ്. നേരത്തെ പറഞ്ഞു പോളിനോമിയൽ ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണെന്ന്. 2 ഫംഗ്ഷൻസും സെപ്പറേറ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അത് തമ്മിൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞാലും കണ്ടിന്യൂസ് ആണ്, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും കണ്ടിന്യൂസ് ആണ്, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും കണ്ടിന്യൂസ് ആണ്. എങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ സൈൻ എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ.
സൈൻ എക്സ് ബൈ എക്സ് സ്ക്വയർ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ അതിലുള്ള എല്ലാ ഫംഗ്ഷൻസും എല്ലാ ഓപ്പറേഷൻസ് ചെയ്ത് കഴിഞ്ഞാലും അതൊക്കെ എന്താണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. ഓർത്ത് വെക്കുക, സിമ്പിളാണ്. ഇനി അടുത്തത് നെക്സ്റ്റ്, കോമ്പോസിഷൻ ഓഫ് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആർ ഓൾസോ കണ്ടിന്യൂസ്. കോമ്പോസിഷൻ ഓഫ് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആർ ഓൾസോ കണ്ടിന്യൂസ്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷനിൽ നമ്മൾ കോമ്പോസിഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം പറഞ്ഞിരുന്നു. എഫ് കോമ്പോസിറ്റ് ജിയും ജി കോമ്പോസിറ്റ് എഫും ഇത് കണ്ടിന്യൂസ് ആണ് എന്നാണ് പറയുന്നത്. അതായത് എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ സൈൻ എക്സും കോസ് എക്സും സൈൻ എക്സും എക്സ് സ്ക്വയറും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് കോമ്പോസിറ്റ് ജി എന്താണ് വരിക? എഫ് കോമ്പോസിറ്റ് ജി ഇവിടെ എന്താ വരിക? എഫ് ഓഫ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് ജി ഓഫ് എക്സ് ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് സ്ക്വയർ. സൈനിൻ്റെ ഉള്ളിൽ എക്സ് സ്ക്വയർ വന്നു, സൈനിൻ്റെ ഉള്ളിൽ എക്സ് സ്ക്വയർ വന്നു. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. എങ്ങനെയാണ് അത് കണ്ടിന്യൂസ് ആണെന്ന് പറയാം? എക്സ് സ്ക്വയർ കണ്ടിന്യൂസ് ആണ്. എക്സ് സ്ക്വയർ കണ്ടിന്യൂസ് ആണ് കാരണം പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. സൈൻ എക്സ് കണ്ടിന്യൂസ് ആണ് കാരണം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. കോമ്പോസിഷൻ ഓഫ് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആർ ഓൾസോ കണ്ടിന്യൂസ് എന്ന് എഴുതി കൊടുക്കണം. സിമ്പിൾ സാധനമാണ്. ഇത് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു പോർഷനുമാണ് കോമ്പോസിഷൻ്റെ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തരും കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യാൻ പറയും. അത് വേർഡ്സിൽ എഴുതി കൊടുത്താണ് വളരെ സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം, ശ്രദ്ധിച്ചോ. ഇതാ ലോഗ് എക്സും സൈൻ എക്സും. എഫ് ലോഗ് എക്സ് ആണ്, ജി സൈൻ എക്സ് ആണ്. എഫ് കോമ്പോസിറ്റ് ജി എന്താണ് വരിക? എഫ് കോമ്പോസിറ്റ് ജി എഫ് ഓഫ് ജി ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരെയാണ് തന്നത്? സൈൻ എക്സിനെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൊടുത്തു. ദാറ്റ് മീൻസ് ലോഗ് ഓഫ് സൈൻ എക്സ്. ഓക്കെ, എഫ് കോമ്പോസിറ്റ് ജി. ഇനി ഇവിടെ നോക്കിക്കേ, എഫ് എന്ത് ഫംഗ്ഷനാടാ? എഫ് എന്ന് പറയുന്നത് ലോഗ് എക്സ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ലേ? ലോഗ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ജി ഓഫ് എക്സ് സൈൻ എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ലോഗ് എക്സും സൈൻ എക്സും കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. ദർഫോർ കോമ്പോസിഷൻ ഓഫ് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആർ ഓൾസോ കണ്ടിന്യൂസ് എന്ന് എഴുതിയിട്ട് ലോഗ് സൈൻ എക്സും കണ്ടിന്യൂസ് ആണ്, സൈൻ ഓഫ് ലോഗ് എക്സും എന്ത് തന്നെയാടാ കണ്ടിന്യൂസ് ആണ്. രണ്ട് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ കോമ്പോസിഷൻ കണ്ടു കഴിഞ്ഞാൽ അതും സ്വാഭാവികമായിട്ടും എന്താണ് കിട്ടുക? കണ്ടിന്യൂസ് ആണ് കിട്ടുക. ഓക്കെ, ഇനി കറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് ചോദിക്കാറുള്ളത് ഈ രൂപത്തിലാണ്. ഇതാ ക്വസ്റ്റ്യനിലേക്ക് വന്നോ. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻസ്. ഒന്നാമത്തത് കോസ് ഓഫ് എക്സ് സ്ക്വയർ. കോസിൻ്റെ ഉള്ളിൽ എക്സ് സ്ക്വയർ ആണ്. ആദ്യം എക്സ് സ്ക്വയറിന് എടുത്തു. ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. കാരണം എന്താടാ? എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് അതെന്താണ് കണ്ടിന്യൂസ് ആണ്. ആൻഡ് ദ സെക്കൻഡ് വൺ കോസ് എക്സ്. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് ഫംഗ്ഷൻ ആടാ? ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. അപ്പോൾ കോസ് എക്സും കണ്ടിന്യൂസ് ആണ്, എക്സ് സ്ക്വയറും എന്താണ് കണ്ടിന്യൂസ് ആണ്. സോ ഇറ്റ്സ് കോമ്പോസിഷൻ. ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പോസിഷനാണ് കോസ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ കോമ്പോസിഷൻ ആയിട്ടുള്ള കോസ് ഓഫ് എക്സ് സ്ക്വയർ ഈസ് ഓൾസോ എന്ത് പറയാം? കണ്ടിന്യൂസ് എന്ന് പറയാം. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? ഇതേപോലെ വേർഡ്സിൽ ആൻസർ ചെയ്ത് കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യുക. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇനി അടുത്തൊരു എക്സാമ്പിളും കൂടി ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സ്വയം ചെയ്ത് നോക്കുക. ഇതിൽ ഏതൊക്കെയാണ് ഫംഗ്ഷൻസ് ഉള്ളത്? ഇതിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഉള്ളത് മോഡ് എക്സ് ആണ്. മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ പുറത്ത് മോഡല്ലേ ഉള്ളത്, ഉള്ളിൽ ആരും ഉള്ളതാ? സൈൻ എക്സും ആണുള്ളത്. മോഡുലസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. Sin x is a trigonometric function and it is continuous. Composition of two continuous functions are also continuous. അതുകൊണ്ട് mod of sin x is continuous. അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? ആൻസർ എഴുതി കൊടുക്കേണ്ടത്. സിമ്പിൾ സാധനമാണ്, മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലടാ? ഇനി നമ്മൾ നേരത്തെ പറയാൻ തുടങ്ങിയൊരു ക്വസ്റ്റ്യൻ. ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻ. ഈ കാണുന്ന ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. എടാ എഫ് ഓഫ് എക്സ് എന്താ കണ്ടിട്ട് തോന്നുന്നു നിങ്ങൾക്ക്? എന്ത് ഫംഗ്ഷനായിട്ടാണ് തോന്നുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2. ഇതെന്ത് ഫംഗ്ഷനാടാ? ഇറ്റ് ഈസ് എ polynomial function. Polynomial function is a polynomial function. അടുത്തതിൽ എന്ത് എഴുതി കൊടുക്കാം? Polynomial function is continuous. Therefore f of x is continuous. പോളിനോമിയൽ ഫംഗ്ഷൻസ് ഒക്കെ കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് ഈ കാണുന്ന ഫംഗ്ഷനും തന്നെ ആയിരിക്കും കണ്ടിന്യൂസ് ആയിരിക്കും. അതിങ്ങനെ വേർഡ്സിൽ എഴുതി കൊടുത്താൽ മതി. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേടാ? എളുപ്പത്തിൽ എഴുതി കൊടുത്തൂടെ? ഓക്കെ അല്ലേ? ഇങ്ങനെ ഏത് ഫംഗ്ഷൻ തന്നാലും നേരിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണെങ്കിൽ അത് നേരിട്ട് എഴുതി കൊടുക്കാം. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണെങ്കിൽ അതും നേരിട്ട് എഴുതി കൊടുക്കാം. ഇനി ഇതേ പറഞ്ഞ പോലെ കോമ്പോസിഷൻ ആയിട്ടാണ് തന്നതെന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം? ആ രൂപത്തിൽ എഴുതി കൊടുക്കണം. സെപ്പറേറ്റ് എക്സ് സ്ക്വയർ ഇങ്ങനെ ഓരോന്നും അതിൻ്റെ ഉള്ളിലുള്ള ഫംഗ്ഷനും പുറത്തുള്ള ഫംഗ്ഷൻ എടുത്ത് എഴുതാം. ഇവിടെ ഉള്ളിലുള്ള ഫംഗ്ഷൻ സൈൻ എക്സ് ആണ്, പുറത്തുള്ള ഫംഗ്ഷൻ മോഡ് എക്സ് ആണ്. സൈൻ എക്സും മോഡുലസ് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് കോമ്പോസിഷൻ ഓഫ് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആർ ഓൾസോ കണ്ടിന്യൂസ് എന്ന ആൻസറിൽ എഴുതി കൊടുക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ. ഈ കാണുന്ന ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ആ പോയിന്റിലും കണ്ടിന്യൂസ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നാണ് പറയാം. ഈ കാണുന്ന ഫംഗ്ഷനിൽ നമുക്ക് അതേപോലെയാണ് തന്നിട്ടുള്ളത്. ഇവിടെ തന്ന പോയിന്റിനാണ് നിങ്ങൾ സെൻറ്ററിൽ എടുക്കേണ്ടത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 2 ചെറുത് 2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ചെറുതായിട്ടുള്ള ഫംഗ്ഷൻ ഏതാണ്? 2x പ്ലസ് 3 ആണ്. അതിനേക്കാളും ചെറുതായിട്ടുള്ളത് 2 വലുതായിട്ടുള്ളത് 2x മൈനസ് 3 ആണ്. രണ്ട് ഫംഗ്ഷൻസും. ഇനി ഈക്വൽ ടു 2 എന്ന് പറയുന്നതിൽ ഈക്വൽ ടു ഏത് ഫംഗ്ഷനാണ് ഉള്ളത്? ഈക്വൽ ടു വരുന്നിടത്ത് 2x പ്ലസ് 3 തന്നെയല്ലേ? ആ ഫംഗ്ഷൻ 2x പ്ലസ് 3 ആണ്. ഇതിൽ മൂന്നും നിങ്ങൾ കാണണം. ഏതൊക്കെയാ? ഇത് മൂന്നും ഇത് കണ്ടിന്യൂസ് ആവണമെങ്കിൽ എങ്ങനെ ആവണം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും
ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും പറഞ്ഞോടാ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എഫ് ഓഫ് സിയും ഈക്വൽ ആയാലാണ് ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്തിലേക്ക് പോവാം? ഇതാ ഇതിൽ എങ്ങനെയാണ് നമ്മൾ തെളിയിക്കുക? എടുത്തോ. ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇടാം. ലെഫ്റ്റ് സൈഡിൽ LHS സൈഡിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഫംഗ്ഷൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഏത് പോയിന്റിലാണ്? 2 എന്ന് പറയുന്ന പോയിന്റിലാണ്. ഈ തന്ന പോയിന്റിലാണ് നിങ്ങൾ ലിമിറ്റ് കണ്ടത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ഫംഗ്ഷൻ ഏതാണ്? 2x + 3. എക്സിന് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 × 2 + 3 വിച്ച് ഇസ് ഈക്വൽ ടു 2 × 2 4 + 3 ഈക്വൽ ടു ആൻസർ എന്ത് കിട്ടൂടാ? 7 എന്ന് കിട്ടി. ഓക്കെ, ആൻസർ 7 എന്ന് കിട്ടി. ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ട പോലെ തന്നെ എന്തും കാണണം? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് RHL എന്താ? RHL ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 2x - 3. റൈറ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ സൈഡിൽ എന്താണ് ഉള്ളത്? 2x - 3 അല്ലേ? അപ്പോൾ ആ ഫംഗ്ഷനാണ് അതിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ടത്. എക്സിന് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 × 2 - 3 വിച്ച് ഇസ് ഈക്വൽ ടു 4 - 3 ഈക്വൽ ടു ആൻസർ എന്ത് കിട്ടൂടാ? 1 എന്ന് കിട്ടും. ഇത് രണ്ടും ഈക്വൽ ആണോ? ഇത് രണ്ടും ഈക്വൽ അല്ലെങ്കിൽ പിന്നെ മൂന്നാമത്തെ നിങ്ങൾ കാണണം നിർബന്ധമൊന്നുമില്ല. ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നിങ്ങൾ മൂന്നാമത്തും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് എഫ് ഓഫ് 2 എന്ന് പറയുന്ന പോയിന്റിലല്ലേ കാണാനുള്ളത്? 2 എന്ന് പറയുന്നത് 2x + 3യിലാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ 2 × 2 + 3 വിച്ച് ഇസ് ഈക്വൽ ടു 7 എന്ന് കിട്ടും. അപ്പോൾ ഇതും ഈക്വൽ ആണ്. പക്ഷേ ഇത് രണ്ടും എന്തല്ല? ഈക്വൽ അല്ല. LHL നോട്ട് ഈക്വൽ ടു RHL. Therefore the function f of x is not continuous at x equal to 2 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ എന്തല്ലടാ? കണ്ടിന്യൂസ് അല്ല എന്ന് എഴുതി കൊടുക്കണം. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടു, റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടു, എഫ് ഓഫ് 2 കണ്ടു. ഇത് മൂന്നും ഈക്വൽ ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയും. ഇത് മൂന്നും ഈക്വൽ അല്ലെങ്കിൽ അതിന് എന്ത് പറയും? ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ് എന്ന് പറയും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. നെക്സ്റ്റ് ഇതാ ഫൈൻഡ് ദ വാല്യൂ ഓഫ്. ഇനി അടുത്ത് ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിർബന്ധമായിട്ടും ഓർത്ത് വെക്കണം. ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. പബ്ലിക് എക്സാമിൽ ചോദിക്കാൻ വളരെയധികം സാധ്യത കൂടുതലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് k അല്ലെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലാംഡ ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് a ആൻഡ് b. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും വാല്യൂസ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ക്വസ്റ്റ്യൻ വായിച്ച് ചോദിക്കുക. f of x എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈസ് കണ്ടിന്യൂസ് അറ്റ് x equal to 2 എന്ന് ക്വസ്റ്റ്യനിലേ പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടിന്യൂസ് ആണ്, ചെക്ക് ചെയ്യാനല്ല പറഞ്ഞത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് k ആണ് കാണേണ്ടത്. സോ ദാറ്റ് ദ ഫംഗ്ഷൻ, ഈ തന്ന ഫംഗ്ഷൻ എന്തുവാണ്? കണ്ടിന്യൂസ് ആണ് എങ്കിൽ ഇതിലുള്ള kന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഈ തന്ന പോയിന്റ് ഏതാണ്? 2 അല്ലേ? 2നേക്കാളും ചെറുതാവുന്ന സമയത്ത് ഫംഗ്ഷൻ എന്താ? kx² ആണ്. 2നേക്കാളും വലുതാവുന്ന സമയത്ത് ഫംഗ്ഷൻ എന്തുവാണ്? 3 ആണ്. kx² അപ്പുറത്ത് 3 കൊടുത്തു. ഓക്കെ അല്ലേ? ഇത് രണ്ടും ഇത് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും ഈക്വൽ ആണോ അല്ലേ ചെക്ക് ചെയ്താടാ. ഇത് കണ്ടിന്യൂസ് അല്ല എന്ന് കിട്ടി, ഈക്വൽ അല്ലാത്തതുകൊണ്ട് അല്ലേ? ഇവിടെ കണ്ടിന്യൂസ് ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്താണെന്നാണ് അർത്ഥം? given that ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണ്. അത് എപ്പോഴാണ് ഈക്വൽ ആവുക? കണ്ടിന്യൂസ് ആകുമ്പോഴാണ് ഈക്വൽ ആവുക. ഇവിടെ കണ്ടിന്യൂസ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അറ്റ് x equal to 2 എന്ന് പറയുന്ന പോയിന്റിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ എങ്ങനെയാണ് എഴുതുക? ലിമിറ്റ് x ടെൻസ് ടു 2 ഫംഗ്ഷൻ എന്താടാ? kx². ലെഫ്റ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ kx² ആണ്. ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 2 ഈക്വൽ ടു അവിടുത്തെ ഫംഗ്ഷൻ റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ എന്തുവാണ്? 3 ആണുള്ളത്. ഇതിൽ വാല്യൂ എക്സിന് പകരം 2 കൊടുക്കുക. അവിടുത്തെ എക്സിൻ്റെ വാല്യൂ 2 കൊടുത്താൽ k × 2² ഈക്വൽ ടു അപ്പുറത്തെ എക്സിന് കൊടുക്കാനുണ്ടോടാ? വെറും 3 അല്ലേ ഉള്ളൂ. എക്സ് ഇല്ലല്ലോ. എക്സ് ഇല്ലെങ്കിൽ അവിടെ വാല്യൂ കൊടുക്കാനൊന്നുമില്ല, സ്ഥലമില്ല. അപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നേരെ ഈക്വൽ ടു എന്ത് ചെയ്ത് കൊടുത്താൽ മതി? 3 എന്ന് ചെയ്ത് കൊടുത്താൽ മതി. 3x ഉണ്ടെങ്കിൽ ആ എക്സിന് പകരം 2 കൊടുക്കണം. എക്സ് ഉണ്ടെങ്കിൽ മാത്രം അവിടെ എന്ത് ചെയ്താൽ മതി? ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്നിട്ട് നേരെ എന്ത് ചെയ്യാം? 2² ഈക്വൽ ടു 4 അപ്പുറത്തേക്ക് ഉണ്ടായാൽ k ഈക്വൽ ടു 3/4 എന്ന് കിട്ടും. ഇതാണ് എന്താടാ? ഇതാണ് എന്ത്? kന്റെ വാല്യൂ. ഈ kന്റെ വാല്യൂ കാണാനുള്ള ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ ക്വസ്റ്റ്യൻ ഓർത്ത് വെക്കുക. ഓക്കെ, സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണ്. രണ്ട് സൈഡും ഈക്വേറ്റ് ചെയ്തു. അതിന് എന്ത് ചെയ്തു? kന്റെ വാല്യൂ കണ്ടു. എങ്ങനെയാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണ് നമ്മൾ തീരുമാനിച്ചത്? ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കേട്ടോ. ഇതാ ഫൈൻഡ് ദ വാല്യൂ ഓഫ് k ഫോർ വിച്ച്. ഈ തന്ന ക്വസ്റ്റ്യനിലെ kന്റെ വാല്യൂ കാണാനാണ്. ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ എന്ത് ചെയ്ത് നോക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണ്. ഈസ് കണ്ടിന്യൂസ് അറ്റ് x equal to π/2 എന്നാണ് തന്നത്. π/2 എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുക. π/2 എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു. π/2 എന്ന് പറഞ്ഞ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഏതൊക്കെയാണ്? എഫ് ഓഫ് π/2ഉം ലിമിറ്റ് x ടെൻസ് ടു π/2 എഫ് ഓഫ് x
ഈ രണ്ട് വാല്യൂസും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. എഫ് ഓഫ് π/2 π/2 വന്ന സമയത്ത് ആൻസർ എന്താടാ 3 ആണ്. അപ്പുറത്ത് ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 എഫ് ഓഫ് എക്സ് ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് കെ കോസ് എക്സ് ഡിവൈഡഡ് ബൈ π മൈനസ് 2x. ഈ വാല്യൂയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എക്സിന് പകരം π/2 കൊടുക്കുക. വാല്യൂ കാണാം. കെനെ മാത്രം അവിടെ നിർത്തുക. ബാക്കി എല്ലാ ടേംസിനെയും ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ആൻസർ കണ്ടുപിടിക്കുക. ചെയ്ത് നോക്കാം കേട്ടോ. സ്വയം ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the function f from R to R defined by a plus x, x less than or equal to 2, b minus x, x greater than 2. ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. എയും ബിയും തമ്മിലുള്ള റിലേഷൻ ആണ് കാണാൻ പറഞ്ഞത്. ആൻഡ് ഫൈൻഡ് എ ആൻഡ് ബി ഈഫ് എ പ്ലസ് ബി ഈക്വൽ ടു 2. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ എന്തുണ്ട്? ഈ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് എന്നും കൂടി ഉണ്ട് കേട്ടോ. കണ്ടിന്യൂസ് ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെങ്കിൽ എയും ബിയും എൻ്റെയും ബിൻ്റെയും റിലേഷൻ കാണാനും എയും ബിയും തമ്മിൽ പ്ലസ് ചെയ്തിട്ട് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എയും ബിയും കണ്ടുപിടിക്കാനുമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ? നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഏത് പോയിന്റിലാണ്? 2 എന്ന് പറയുന്ന പോയിന്റിലാണ് എ പ്ലസ് എക്സും ബി മൈനസ് എക്സും ആണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എ പ്ലസ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ബി മൈനസ് എക്സും. എക്സിന് പകരം ഇവിടെ കാണുന്നില്ല, ഞാനൊന്നും കൂടി എഴുതിത്തരാം, അവിടെ ശ്രദ്ധിച്ചോ. എ പ്ലസ് എക്സ് എന്നുള്ളടുത്ത് എ പ്ലസ് 2 ഈക്വൽ ടു ബി മൈനസ് എക്സ് എന്നുള്ളടുത്ത് ബി മൈനസ് 2. എക്സിൻ്റെ വാല്യൂ എന്ത് കൊടുത്താൽ മതി? 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക? ബീനെ അപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്ത് കിട്ടും? എ മൈനസ് ബി ഈക്വൽ ടു പ്ലസ് 2 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ -2 എന്ന് വരും. ദാറ്റ് മീൻസ് എ മൈനസ് ബി ഈക്വൽ ടു എന്ത് കിട്ടൂടാ? -4. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. എ ആൻഡ് ബിൻ്റെ റിലേഷൻ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും കൂടിയുള്ള ഒരു ഇക്വേഷൻ കിട്ടുന്നതാണ്. ആ ഇക്വേഷൻ കിട്ടിയില്ലേ? എ മൈനസ് ബി ഈക്വൽ ടു 4 എന്നുള്ള ഇക്വേഷൻ കിട്ടി. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. അതാണ് എ മൈനസ് ബി ഈക്വൽ ടു 4 എന്ന് പറയുന്നത്. ഇനി ബാക്കി നോക്കിയാടാ, ഈ ക്വസ്റ്റ്യനിൽ എന്തും കൂടി തന്നിട്ടുണ്ട്. എ പ്ലസ് ബി ഈക്വൽ ടു 2 തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചത് എന്തുവാണ്? എ മൈനസ് ബി ഈക്വൽ ടു -4 ആണ്. ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് കാണണം? എൻ്റെയും ബിൻ്റെയും വാല്യൂസ് കാണണം. ഇവിടെ റിലേഷനാണ് കാണാൻ പറഞ്ഞത്. ഇവിടെ എൻ്റെയും ബിൻ്റെയും എന്ത് കാണാൻ പറഞ്ഞിട്ടുണ്ട്? ഫൈൻഡ് എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. എയും ബിയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കിക്കോ, ഞാൻ ആ രണ്ട് ഇക്വേഷൻസും തമ്മിലൊന്ന് പ്ലസ് ചെയ്യാണ്. ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2. ഏതാ ഇക്വേഷൻ നമ്പർ 2 ആക്കിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്? ഇവിടെ നോക്കിക്കോ, ഈ ക്വസ്റ്റ്യനിൽ തന്നീനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 ആക്കിയിട്ട് എടുത്തു. നമ്മൾ കണ്ടുപിടിച്ചതിന് ഇക്വേഷൻ നമ്പർ 1 ആക്കിയിട്ട് എടുത്തു. 1ഉം 2ഉം തമ്മിൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ എ പ്ലസ് ബി ഈക്വൽ ടു 2ഉം എ മൈനസ് ബി ഈക്വൽ ടു -4ഉം 2 - 4 ഈക്വൽ ടു -2. ബി മൈനസ് ബി ആകുമ്പോൾ 0 ആയി പോകും. എ പ്ലസ് എ ഈക്വൽ ടു 2a കിട്ടും. എൻ്റെ വാല്യൂ 2ന് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എ ഈക്വൽ ടു എന്ത് കിട്ടൂടാ? -2/2 വിച്ച് ഈസ് ഈക്വൽ ടു എ ഈക്വൽ ടു എന്ത് കിട്ടും? -1 എന്ന് കിട്ടും. എൻ്റെ വാല്യൂ -1 കിട്ടിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ബിക്ക് പകരം എക്ക് പകരം എന്ത് കൊടുക്കുക? -1. എ പ്ലസ് ബി ഈക്വൽ ടു 2 എന്നുള്ള ഇക്വേഷനിൽ എക്ക് പകരം -1 കൊടുത്തു. -1ന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ 2 + 3 എന്ന് കിട്ടും. ബി ഈക്വൽ ടു എന്ത് കിട്ടി? 3 കിട്ടി. അപ്പോൾ എൻ്റെ വാല്യൂം കിട്ടി, ബിൻ്റെ വാല്യൂം കിട്ടി. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ക്ലിയർ അല്ലേടാ? എളുപ്പമല്ലേ? സിമ്പിൾ അല്ലേ? നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാർ ഇട്ട് വെച്ചോ, എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഡിഫറൻഷ്യബിലിറ്റി. കണ്ടിന്യൂറ്റിൻ്റെ പോർഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക്, നെക്സ്റ്റ് പോർഷനിലേക്ക്, ഡിഫറൻഷ്യബിലിറ്റിയിലേക്ക് പോവുകയാണ്. ഡിഫറൻഷ്യബിലിറ്റി എങ്ങനെയാണ് തെളിയിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രാഫിക്കലി എങ്ങനെയാണ് ഡിഫറൻഷ്യബിലിറ്റി പറയുക എന്നുള്ളത് തന്നെയാണ് നേരത്തെ കണ്ടിന്യൂറ്റി പറഞ്ഞ പോലെ തന്നെ ഗ്രാഫിക്കലി പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് തന്നെ നിങ്ങളോട് എന്ത് ചോദിക്കും? കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയും ചോദിക്കും. കണ്ടിന്യൂസ് ആണോ ആദ്യം തെളിയിക്കാൻ പറയും. പിന്നെ അത് ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആണെങ്കിലും അല്ലെങ്കിലും അതിൻ്റെ കാരണം എഴുതി കൊടുക്കാനൊക്കെ ഉണ്ടാവും. ഇവിടെ ശ്രദ്ധിച്ചോ, ഈ ഗ്രാഫ് തന്നിട്ട് നിങ്ങളോട് ഇത് കണ്ടിന്യൂസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാഫ് ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ പോയി അവസാനം വരെ എനിക്ക് ഗ്രാഫ്, അതായത് പെണ്ണെടുക്കാതെ വരക്കാൻ പറ്റുന്നില്ലടാ. അപ്പോൾ അതെന്താണെന്ന് പറയാം? കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഇവിടെയോ, ഇത് ഇവിടുന്ന് തുടങ്ങി ഇവിടുന്ന് ഇങ്ങനെ പോയി എൻഡ് വരെ എനിക്ക് അതേപോലെ പോകാൻ പറ്റണില്ലേ? അതും എന്താണെന്ന് പറയാൻ പറ്റൂടാ? കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റും. ഇതും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ പോയി, ഇതും എനിക്ക് എന്ത് പറയാൻ പറ്റും? കണ്ടിന്യൂസ് ആണെന്ന് പറയും. ഇതൊക്കെ കണ്ടിന്യൂസ് ആണ്. ഇനി ഡിഫറൻഷ്യബിൾ ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാൻ നിങ്ങൾ ഗ്രാഫിക്കലി എന്ത് നോക്കിയാൽ മതിയാറോ? അതിന് എവിടെയെങ്കിലും ഷാർപ്പ് എഡ്ജുകൾ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. വളരെ സിമ്പിളാണ്. ഷാർപ്പ് എഡ്ജ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂർത്ത മൂലകളില്ലേ? കൂർത്ത മൂലകൾ, അങ്ങനെ മൂലകൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഷാർപ്പ് എഡ്ജുകൾ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്തല്ലടാ? ഡിഫറൻഷ്യബിൾ അല്ല. നോട്ട് ഡിഫറൻഷ്യബിൾ. ഈ ഫംഗ്ഷൻ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. മോഡ് എക്സിൻ്റെ അടുത്തും അതേപോലെ ഒരു ഷാർപ്പ് എഡ്ജ് ഇല്ലേ? ഈ താഴെ 0 എന്ന് പറയുന്ന പോയിന്റിലുണ്ട്. ഇവിടെ ഷാർപ്പ് എഡ്ജ് ഉണ്ട്, ഇവിടെയും ഷാർപ്പ് എഡ്ജ് ഉണ്ട്. ഈ മോഡ് എക്സും എന്തല്ലടാ? കണ്ടിന്യൂസ് ആണ്, പക്ഷേ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോൾ ഓർത്ത് വെക്കുക, കണ്ടിന്യൂസ് ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷൻസും എന്താവണം എന്ന് നിർബന്ധമില്ല, ഡിഫറൻഷ്യബിൾ ആവണം എന്ന് നിർബന്ധമില്ല. പക്ഷേ ഡിഫറൻഷ്യബിൾ ആവുന്ന എല്ലാ ഫംഗ്ഷൻസും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. കണ്ടിന്യൂസ് ആവുന്ന എല്ലാ ഫംഗ്ഷൻസും ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല. അതിൻ്റെ ഓപ്പോസിറ്റ്
എന്തായാലും നിർബന്ധമാണ്. ഡിഫറൻഷ്യബിൾ ആവുന്ന എല്ലാ ഫംഗ്ഷൻസും മസ്റ്റ് ബി കണ്ടിന്യൂസ് ആയിരിക്കും. കണ്ടിന്യൂസ് ആവുന്ന എല്ലാ ഫംഗ്ഷൻസും എന്താവണം? നിർബന്ധമില്ലടാ, ഡിഫറൻഷ്യബിൾ ആവണം എന്ന് നിർബന്ധമില്ല. ഈ കാണുന്നത് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫാണ്. എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് ഞാൻ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ പോയി ബ്രേക്ക് ഇല്ലാതെ പോകാൻ പറ്റുന്നുണ്ട്, കണ്ടിന്യൂസ് ആണ്. ഇവിടെ ഷാർപ്പ് എഡ്ജ് എന്തെങ്കിലും ഉണ്ടോ? ഈ മോഡ് എക്സ് വരച്ചപ്പോഴും എക്സ് സ്ക്വയർ വരച്ചപ്പോഴും ഈ കാണുന്നത് ഷാർപ്പ് എഡ്ജാണോ? ഇതെന്ത് എഡ്ജല്ല, ഇതെന്ത് എഡ്ജാണ്? ഇതെന്ത് എഡ്ജാടാ? ഇത് ഷാർപ്പ് എഡ്ജാണ്, ഷാർപ്പ് എഡ്ജ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങളോട് ഡിഫറൻഷ്യബിൾ ആണോ ചോദിച്ചു, നിങ്ങൾ ആൻസർ എങ്ങനെ എഴുതി കൊടുക്കുക? ഇറ്റ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ ബിക്കോസ് ഇറ്റ് ഹാസ് ഷാർപ്പ് എഡ്ജ് എന്ന് എഴുതിയാൽ മതി, കഴിഞ്ഞു. ഓക്കെ, അല്ലെങ്കിൽ ദ ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ ഈസ് നോട്ട് സ്മൂത്ത് എന്ന് എഴുതി കൊടുക്കുക. ഗ്രാഫ് ഈസ് നോട്ട് സ്മൂത്ത്. ഈ ഗ്രാഫ് എന്തല്ല? സ്മൂത്ത് അല്ല, അതുകൊണ്ട് നോട്ട് ഡിഫറൻഷ്യബിൾ എന്ന് എഴുതി കൊടുക്കുക. ഇവിടെയോടാ എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫിലോ ഗ്രാഫ് ഈസ് സ്മൂത്ത്. ഈ ഗ്രാഫ് സ്മൂത്ത് ആണ്, സോ ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ. ഇതെന്തുവാണടാ? ഡിഫറൻഷ്യബിൾ ആണ്. ഇത് ഡിഫറൻഷ്യബിൾ അല്ല, ഇത് ഡിഫറൻഷ്യബിൾ ആണ്. ഇങ്ങനെയാണ് ഗ്രാഫിക്കലി നോക്കിയിട്ട് പറയാ. ഈ കാണുന്ന ഗ്രാഫ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. ഇത് മോഡ് സൈൻ എക്സിൻ്റെ ഗ്രാഫാണ് കേട്ടോ. പുറത്താണ്, മോഡ്ലെസ് ഓർത്ത് വെക്കണം. മോഡ് സൈൻ എക്സിൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. ഒന്ന് വരച്ചു വെക്കുക. ഇത് മോഡ്ലെസ് എക്സിൻ്റെതാണ്, ഇത് മോഡ് സൈൻ എക്സ് ആണ്. മോഡ് സൈൻ എക്സ് കണ്ടിന്യൂസ് ആണ്, പക്ഷേ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. ഓക്കെ, ഓർത്ത് വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിൻ്റെ കുറച്ച് റിസൾട്ടുകളാണ് ഇത്. നിങ്ങൾ ഓൾറെഡി അറിയുന്ന റിസൾട്ടുകൾ തന്നെ ആയിരിക്കും. അറിയാത്ത ആളുകൾ നിർബന്ധമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ നോട്ടിലൊക്കെ ഉണ്ടാവും, എന്നാലും ഞാനൊന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്ന് എടുത്തു എന്ന് മാത്രം. നിർബന്ധമായിട്ട് ഈ റിസൾട്ടുകൾ അറിയണം. ഇനി അങ്ങോട്ടുള്ള ബാക്കി പോർഷൻ പറയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഈ റിസൾട്ടുകൾ അറിയണം. എക്സ് റൈസ് ടു എന്നിൻ്റെ എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ ആണ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ് ആണ്. ടാൻ എക്സിൻ്റെ സീക്ക് സ്ക്വയർ എക്സ് ആണ്. കോട്ട് എക്സിൻ്റെ കൊസീക്ക് സ്ക്വയർ എക്സ് ആണ്. സീക്ക് എക്സിൻ്റെ സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് ആണ്. കൊസീക്ക് എക്സിൻ്റെ മൈനസ് കൊസീക്ക് എക്സ് ഇൻറ്റു കോട്ട് എക്സ് ആണ്. അതേപോലെ തന്നെ എ റൈസ് ടു എക്സിൻ്റെ എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ ആണ്. ലോഗ് എക്സിൻ്റെ 1/x ആണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ 1/√1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. കോസ് ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ മൈനസ് 1/√1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ മൈനസ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ -1 മോഡ് എക്സ് റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ -1 മോഡ് എക്സ് റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. ഇത്രയും റിസൾട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം കേട്ടോ. ഇത് പഠിച്ചാലേ ഇതിൻ്റെ ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 റൂളുകൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. പ്രൊഡക്റ്റ് റൂള് ആൻഡ് ദി കോഷ്യൻ റൂള്. പ്രൊഡക്റ്റ് റൂളും കോഷ്യൻ റൂളും ഓർത്ത് വെക്കുക. പ്രൊഡക്റ്റ് റൂള് ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ എഫും ജിയും ആലോചിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ജി പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റും സെക്കൻഡും പറയുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, അങ്ങനെ പറഞ്ഞാലും മതി. ഇത് എവിടെയെങ്കിലോട് ഈ പ്രൂഫ് ചോദിക്കുന്നില്ല, ഈ സാധനം എങ്ങനെയാണ് എഴുതി കൊടുക്കാൻ ചോദിക്കുന്നില്ല, പകരം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ 2 ഫംഗ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, പ്ലസും മൈനസ് ഒക്കെ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നേരിട്ട് പ്ലസും മൈനസും ചെയ്താൽ മതി. ഓരോന്നിൻ്റെയും ഡെറിവേറ്റീവുകൾ തമ്മിൽ പ്ലസും മൈനസും ചെയ്താൽ മതി. പകരം മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചോദിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനിൽ പ്രൊഡക്റ്റ് റൂളും ഡിവിഷനിൽ കോഷ്യൻ റൂളും നിങ്ങൾ നിർബന്ധമായിട്ടും യൂസ് ചെയ്യണം. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. കോഷ്യൻ റൂൾ എന്ന് പറഞ്ഞാൽ F/G 2 ഫംഗ്ഷൻസ് ഡിവൈഡ് ചെയ്യാനുള്ളത് ഡെറിവേറ്റീവ് കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കാണണടാ? ജി ഇൻറ്റു, അതായത് താഴെ നിന്നാണ് തുടങ്ങുന്നത്. എപ്പോഴും ഓർത്ത് വെക്കുക, കോഷ്യൻ റൂൾ താഴെ നിന്നാണ് തുടങ്ങുന്നത്. ഡിനോമിനേറ്റർ ഇൻറ്റു താഴത്തുന്നത് ഇൻറ്റു, ഇനി അങ്ങനെ പഠിച്ചു വെച്ചാലും മതിയോ. താഴത്തത് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മുകളിലത്തത് മൈനസ് മുകളിലത്തെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് താഴത്തത് ഹോൾ ഡിവൈഡഡ് ബൈ താഴത്തതിൻ്റെ സ്ക്വയർ. അങ്ങനെ പഠിച്ചു വെച്ചാലും മതി. എങ്ങനെയായാലും നിങ്ങൾക്ക് അത് മനസ്സിലാവുന്ന രൂപത്തിൽ നിങ്ങൾ പഠിച്ചു വെക്കണം. ജി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് മൈനസ് എഫ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ജി ഹോൾ ഡിവൈഡഡ് ബൈ ജി സ്ക്വയർ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. ഓക്കെ അല്ലേടാ? ഇത് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എഴുതി വെക്കണം, നിങ്ങൾക്ക് ആവശ്യം വരും കേട്ടോ. അടുത്ത കോമ്പോസിറ്റ് ഫംഗ്ഷൻ. കോമ്പോസിറ്റ് ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഫ് കോമ്പോസിറ്റ് ജിയും ജി കോമ്പോസിറ്റ് എഫ് ഒക്കെ പറഞ്ഞില്ലേ, ആ ടൈപ്പ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ അല്ല അവിടെ വരിക. ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ് ചോദ്യം എന്നുണ്ടെങ്കിൽ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ്, പുറത്തുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആദ്യം കാണണം. അപ്പോൾ ഉള്ളിലുള്ള ഡെറിവേറ്റീവ് കാണേണ്ട, ഉള്ളിലുള്ളത് അതേപോലെ ഇട്ട് കൊടുത്താൽ മതി. അതായത് ഇവിടെ പുറത്തുള്ള ഫംഗ്ഷൻ എഫ് അല്ലടാ, എഫിൻ്റെ ഡെറിവേറ്റീവ് ഞാൻ എഫ് ഡാഷ് കണ്ടു. ഓക്കെ, ഉള്ളിലുള്ള ജി ഓഫ് എക്സ് അതേപോലെ തന്നെ ഇട്ടു, ഉള്ളിലുള്ള ഫംഗ്ഷൻ അതേപോലെ ഇട്ട് കൊടുത്തു. ഇൻറ്റു എന്ത് ചെയ്യണം? ജി ഡാഷ് ഓഫ് എക്സ്. ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഉള്ളിലുള്ള ഫംഗ്ഷൻ്റെ എന്ത് കാണണം? ഡെറിവേറ്റീവ് കാണണം എന്നാണ്. എക്സാമ്പിൾ വെച്ച് നോക്കിക്കോ. സൈൻ ഓഫ് എക്സ് ക്യൂബ്, സൈനിൻ്റെ ഉള്ളിൽ എക്സ് ക്യൂബ് ഉണ്ടടാ, പുറത്തുള്ള ഫംഗ്ഷൻ ഏതാ?
സൈനാണ്. പുറത്തുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആദ്യം കാണണം. പുറത്തുള്ളത് സൈനാണ്, സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണ്. ഉള്ളിലുള്ള ഫംഗ്ഷൻ അതേപോലെ എഴുതി കൊടുക്കണം. ഉള്ളിലുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഒന്നും കാണണ്ട. പുറത്തുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ട് ഉള്ളിലുള്ള അതേപോലെ എഴുതി കൊടുത്തു. അപ്പോൾ സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണ്, ഉള്ളിലുള്ള ഫംഗ്ഷൻ അതേപോലെ എഴുതി കൊടുത്തു. ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, അതായത് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എന്ത് കാണണം? എക്സ് ക്യൂബ് കാണണം. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് കാണാം. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 3x² ആണ്. ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. നേരത്തെ റിസൾട്ട് ഉപയോഗിച്ച് കണ്ടാൽ മതി. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണ്, കോസ് ഓഫ് എക്സ് ക്യൂബ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ്. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x². ഇതിൽ 3x² ആദ്യം എഴുതി കൊടുത്തു. 3x² ഇൻറ്റു കോസ് ഓഫ് 3x² ഇൻറ്റു കോസ് ഓഫ് എക്സ് ക്യൂബ് എന്നുള്ളതാണടാ എന്തിൻ്റെ ഡെറിവേറ്റീവ്? ഈ കാണുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതായത് സൈൻ ഓഫ് എക്സ് ക്യൂബ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് കാണുന്ന സമയത്ത് ആദ്യം സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് ഓഫ് എക്സ് ക്യൂബ് കണ്ടു, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് കണ്ടു. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x² ആണ്. 3x² ആദ്യം എഴുതി കൊടുത്തു, ഞാൻ അവസാനം എഴുതി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 3x² ഇൻറ്റു കോസ് ഓഫ് എക്സ് ക്യൂബ്. ഇതാണ് സൈൻ ഓഫ് എക്സ് ക്യൂബിൻ്റെ, സൈനിൻ്റെ ഉള്ളിൽ എക്സ് ക്യൂബ് കോമ്പോസിറ്റ് ആയിട്ട് ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് കാണുന്ന മെത്തേഡ് കേട്ടോ. അടുത്ത ക്വസ്റ്റിലേക്ക് പോട്ടെ. ശ്രദ്ധിച്ചോ, ലോഗ് ഓഫ് സൈൻ എക്സ്, ലോഗിൻ്റെ ഉള്ളിൽ ആ സൈൻ എക്സ്. ലോഗ് എക്സ് ആണെങ്കിൽ ഡെറിവേറ്റീവ് എന്താടാ? 1/x. ലോഗ് എക്സ് ആണെങ്കിൽ ഡെറിവേറ്റീവ് 1/x. ലോഗിൻ്റെ ഉള്ളിൽ എക്സ് ആണെങ്കിലാണ് 1/x. ലോഗിൻ്റെ ഉള്ളിൽ സൈൻ എക്സ് ആണെങ്കിൽ എന്ത് എഴുതി കൊടുക്കണം? 1/sin x എഴുതി കൊടുക്കണം. സിമ്പിളാണ്, അത്രേ ഉള്ളൂ. ലോഗിൻ്റെ ഉള്ളിൽ എക്സ് ആണെങ്കിൽ 1/x ആണ്. ലോഗ് ഓഫ് സൈൻ എക്സ് ആയതുകൊണ്ട് 1/sin x എഴുതി കൊടുക്കണം. കഴിഞ്ഞില്ല. ഉള്ളിലുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവും കൂടി കാണണം. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഉള്ളിലുള്ള ഫംഗ്ഷൻ ഏതാ? സൈൻ എക്സ് ആണ്. അപ്പോൾ 1/sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് എന്ത് ചെയ്തത്? കോസ് എക്സ് ചെയ്തത്. അപ്പോൾ 1/sin x ഇൻറ്റു കോസ് എക്സ്. കോസ് എക്സിനെ 1 ഇൻറ്റു കോസ് എക്സ് ചെയ്താൽ എന്ത് കിട്ടും? കോസ് എക്സ്. കോസ് എക്സ് ബൈ സൈൻ എക്സ് ഈക്വൽ ടു കോട്ട് എക്സ് എന്ന് കിട്ടും. സിമ്പിൾ അല്ലേടാ? വളരെ സിമ്പിൾ അല്ലേ? സിമ്പിൾ ഡയറക്റ്റ് ആൻസർ കാണാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യനുകളാണ്, ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ്, y ഇൻറ്റു സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ്. സീക്കിൻ്റെ ഉള്ളിലാണ് ടാന്, ടാനിൻ്റെ ഉള്ളിലും എക്സ് അല്ല, പകരം എന്താണ്? റൂട്ട് എക്സ് ആണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ്റെ ഉള്ളിലും വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ 3 കോമ്പോസിറ്റ് ഫംഗ്ഷൻസ് വരുന്ന ഒരു മെത്തേഡാണിത്. നിർബന്ധമായിട്ട് ഓർത്ത് വെക്കുക. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് ആണ് ഡെറിവേറ്റീവ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് sec² x ആണ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. ഇവിടെ ഓർത്തോ, സീക്ക് എക്സ് ആദ്യം സീക്കിൻ്റെ പുറത്തുള്ള ഫംഗ്ഷൻ്റെ ആണ് ആദ്യം നമ്മൾ ഡെറിവേറ്റീവ് എഴുതി കൊടുക്കുക. ഉള്ളിലുള്ളത് മാറ്റൊന്നും വരുത്താതെ എഴുതി കൊടുക്കണം എന്നാണ് പറഞ്ഞത്. സീക്ക് എക്സ് ആയപ്പോൾ സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് ആ. സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ് ആകുമ്പോൾ സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ടാൻ ഓഫ് ടാൻ റൂട്ട് എക്സ് എന്ന് എഴുതി. ഓക്കെ, സീക്കിൽ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഉള്ള ആൾക്കാരെ ഇതിൻ്റെ ഉള്ളിൽ എഴുതി കൊടുത്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ആ ഉള്ളിലുള്ള ആളെ കണ്ടു. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഉള്ളിലുള്ള ആളാരടാ? ടാൻ റൂട്ട് എക്സ്. ഓക്കെ അല്ലേ? ഉള്ളിലുള്ള ആൾ ഡെറിവേറ്റീവ് കണ്ടു. ടാൻ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് കാണുക? ടാൻ എക്സ് ആണെങ്കിൽ sec² x ആ ഡെറിവേറ്റീവ്. ടാൻ എക്സ് ആണെങ്കിൽ sec² x ആണ്. ടാനിൻ്റെ ഉള്ളിൽ റൂട്ട് എക്സ് ഉണ്ടായതുകൊണ്ട് sec² റൂട്ട് എക്സ് എന്നുള്ളതാണ് അതിൻ്റെ ഡെറിവേറ്റീവ്. ക്ലിയർ അല്ലേ? ഓക്കെ, കഴിഞ്ഞില്ല. ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എക്സ് അല്ലാതെ വേറെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ഡെറിവേറ്റീവ് കാണണം. അപ്പോൾ റൂട്ട് എക്സ് ആണ്, റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് വീണ്ടും കാണണം. അതായത് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സും കൂടി കാണണം. ബാക്കി മുകളിലത്തെ സ്റ്റെപ്പ് അതേപോലെ താഴേക്ക് എടുത്ത് ചെയ്താൽ സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ്, ടാൻ ഓഫ് ടാൻ റൂട്ട് എക്സ്, sec² റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് ചെയ്ത് കൊടുക്കുക? 1/2 റൂട്ട് എക്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കുക, നിർബന്ധമായിട്ടും ഓർക്കുക കേട്ടോ. എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സിമ്പിൾ അല്ലേടാ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാരാമെട്രിക് ഫംഗ്ഷൻസ്. ഇനി ഇതിൽ കുറച്ച് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ അതേപോലെ തന്നെ കുറച്ച് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്. അതിൽ ഓരോ ടൈപ്പിലുള്ള എക്സാമ്പിളുകൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പാരാമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഒരു ഫംഗ്ഷനും ക്വസ്റ്റിൽ തന്നിട്ടുണ്ടാവും, വൈൻ്റെ ഒരു ഫംഗ്ഷനും തന്നിട്ടുണ്ടാവും. എക്സിൻ്റെ ഒരു ഫംഗ്ഷനും വൈൻ്റെ ഒരു ഫംഗ്ഷനും. എക്സിനെ ചിലപ്പോൾ ടി എന്ന് പറയുന്ന ടേമിലായിരിക്കും തന്നിട്ടുണ്ടാവുക, എഫ് ഓഫ് ടി. ജീനിയും അതേപോലെ തന്നെ ജി ഓഫ് ടി എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷൻ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ഇങ്ങനെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ dy/dx ആണ് കാണാനുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് dy/dt / dx/dt ചെയ്താൽ മതി. ഈ ഇക്വേഷൻ മാത്രം നിങ്ങൾ കൊടുത്തത് മതി. dy/dx കാണണമെങ്കിൽ dy/dx കാണണമെങ്കിൽ dy/dt / dx/dt ആണ് ചെയ്യേണ്ടത്. ഓർത്ത് വെക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രദ്ധിച്ചോ, ഇത് കണ്ടോ, എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷനും തന്നിട്ടുണ്ട്, വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷനും തന്നിട്ടുണ്ട്. ഇങ്ങനെ രണ്ടെണ്ണം തന്നാലാണ് നിങ്ങൾ പാരാമെട്രിക്കിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കാണേണ്ടത്. അപ്പോൾ എക്സ് ഈക്വൽ ടു തന്ന സാധനത്തിൻ്റെ ഡെറിവേറ്റീവ് ആദ്യം കാണണം, വിത്ത് റെസ്പെക്ട് എന്തിൽ കാണണം? ടിയിൽ കാണണം. വൈ ഈക്വൽ ടു തന്ന സാധനത്തിൻ്റെ ഡെറിവേറ്റീവ് കാണണം, വിത്ത് റെസ്പെക്ട് എന്തിൽ കാണണടാ? ടിയിൽ കാണണം. ഓക്കെ, അപ്പോൾ ആദ്യം കണ്ടു എ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്, പുറത്ത് നിർത്തി. എനെ അവിടെ പുറത്ത് വെച്ചു. ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ത് കിട്ടും? എക്സ് വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ടീൻ്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്? 1 തന്നെയാണ് വരിക. അപ്പോൾ dt/dt എന്ന് പറഞ്ഞാൽ 1 കിട്ടും. sin t/dt, sin ടിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് sin x ആണെങ്കിൽ cos x ആണ്. ഡെറിവേറ്റീവ് ഓഫ് sin t ആയതുകൊണ്ട് എന്ത് കിട്ടൂടാ? cos t എന്ന് കിട്ടും. അത് നേരെ അവിടെ എഴുതി കൊടുത്തു. ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നു. എനെ പുറത്ത് എഴുതി കൊടുത്തു. 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. cos ടിൻ്റെ ഡെറിവേറ്റീവ് എന്തും കിട്ടും? cos എക്സിൻ്റെ ഡെറിവേറ്റീവ് -sin x ആണെങ്കിൽ cos ടിൻ്റെ ഡെറിവേറ്റീവ് -sin t എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേടാ? അടുത്തത് ഇതിൽ
മൈനസിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ 0 ഒഴിവാക്കി 0 + 0 - sin t എന്ന് പറഞ്ഞാൽ -sin t തന്നെയാണ്. -sin t × a ചെയ്താൽ -a sin t എന്ന് കിട്ടും. ഇതാണ് dy/dt-ൻ്റെ ആൻസർ. ഇതാണ് dx/dt-ൻ്റെ ആൻസർ. ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ dy/dx കാണണമെങ്കിൽ dy/dt/dx/dt കാണണം. dy/dtക്ക് പകരം -a sin t എഴുതി കൊടുത്തു. dx/dtക്ക് പകരം a × 1 - cos t എഴുതി കൊടുത്തു. ക്ലിയർ അല്ലേ? നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു. a × sin t. അത് നിങ്ങൾ ചെറിയ 1-2 ഇക്വേഷൻസ് ഇവിടെ ഓർത്ത് വെക്കണം, ശ്രദ്ധിച്ചോ. sin 2θ എന്ന് പറഞ്ഞാൽ 2sin θ cos θ ആണ്. നമുക്ക് അറിയുന്നത് തന്നെയാണ് ട്രിഗണോമെട്രിയിലെ റിസൾട്ടുകൾ. sin 2θ അങ്ങനെയാണെങ്കിൽ sin θ എന്ന് പറഞ്ഞാൽ 2sin θ/2 cos θ/2 എന്നുള്ളതാണ് ഇക്വേഷൻ. 1 - cos 2θ = 2sin² θ ആണ്. അതേപോലെ തന്നെ 1 - cos θ. ഇവിടെ 2 ഉള്ളത് ഇവിടെ θ ആയി കഴിഞ്ഞാൽ അപ്പുറത്ത് /2 ആക്കി കൊടുക്കണം. ഇവിടെ 2θ ആണ്, ഇവിടെ θ ആയപ്പോൾ അപ്പുറത്ത് എന്ത് θൻ്റെ അടുത്തൊക്കെ എന്ത് കൊടുത്തു? θ/2 എന്ന് കൊടുത്തു. അതേപോലെ തന്നെ 1 - cos θ എന്ന് പറഞ്ഞാൽ 2sin² θ/2 എന്നുള്ളതാണ് ഇക്വേഷൻ. ആ ഇക്വേഷൻസ് രണ്ടും ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. sin t a × sin t മൈനസ് a അവിടെ ഇവിടുത്തെ എനും എനും നമുക്ക് എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യാം. മുകളിലും താഴെയും a ഉണ്ട്, ബാക്കി -sin t എന്നല്ലേ. മൈനസിനെ ഞാൻ അവിടെ നിർത്തി. sin t ക്ക് പകരം sin θനെ മാറ്റിയ പോലെ 2sin t/2 cos t/2 എന്നാക്കി കൊടുത്തു. താഴത്ത് 1 - cos t ഉണ്ട്, അതിനെ മാറ്റിയിട്ട് 2sin² t/2 എന്ന് കൊടുത്തു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 2നെയും 2നെയും എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. താഴെയുള്ള ഒരു sin² t/2 ഒരു sin t/2 മുകളിലത്തെ ഒരു sin t/2 ക്യാൻസൽ ചെയ്യാം. ബാക്കി ഇവിടെ ആരാണ്ടാവും? ഇവിടെ cos of t/2 / sin of t/2 ഇത്ര ഉണ്ടാവുക. cos x/sin x കണ്ടാൽ എന്ത് കിട്ടൂടാ? cot x എന്ന് കിട്ടും. അതുപോലെ ഇവിടെ മൈനസ് ഉണ്ട്, ആയതുകൊണ്ട് പുറത്ത് ഇവിടെ മൈനസ് ഉണ്ട് കേട്ടോ. -cos t/2 / sin t/2 വന്നാൽ -cot t/2 എന്ന് കിട്ടും. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ വരിക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, മിസ് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നെക്സ്റ്റ് വൺ, at² x = at² y = at. ഇതൊക്കെ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. at² ആണെങ്കിൽ ഡെറിവേറ്റീവ് കാണുമ്പോൾ 2at² എന്നാണ്. 2a എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് അതിനെ പുറത്ത് നിർത്തി. t² ഡെറിവേറ്റീവ് 2t ആണ്. അപ്പോൾ 2 × 2 4at എന്ന് കിട്ടി dx/dt-ൻ്റെ ആൻസർ. അതേപോലെ തന്നെ dy/dt-ൻ്റെ ആൻസർ എന്ത് കിട്ടും? എനെ പുറത്ത് വെച്ചു, t-ൻ്റെ ഡെറിവേറ്റീവ് 1 കിട്ടും. അപ്പോൾ a എന്ന് കിട്ടും dy/dt-ൻ്റെ ആൻസർ. dy/dx കാണുമ്പോൾ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. dy/dtക്ക് പകരം a കൊടുത്തു, dx/dtക്ക് പകരം 4at കൊടുത്തു. ഇതിന് എയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക? 1/4t എന്നുണ്ടാവും. ക്ലിയർ അല്ലേ? സംഭവം സിമ്പിൾ സാധനടാ, നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ കേട്ടോ. അടുത്തത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dy/dx y ആയിട്ട് നേരിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വൈൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന ഫംഗ്ഷൻസിന് ഡെറിവേറ്റീവ് ഓഫ് y കണ്ടുപിടിക്കുന്നതിനെയാണെന്ന് പറയാം ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയാം. ഇപ്പോൾ ഈ തന്ന ഫംഗ്ഷൻ y = എന്നൊന്നല്ല തന്നത്, ഇങ്ങനെയല്ല തന്നത്. if 2x + 3y = sin y find dy/dx എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ തന്നതിനെ നേരെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്ത് കൊടുക്കുക? ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. തന്ന ക്വസ്റ്റ്യൻ എന്താണോ എക്സും വൈയും കൂടി മിക്സ്ഡ് ആയിട്ടാണ് തന്നെന്നുണ്ടെങ്കിൽ നേരിട്ട് എന്ത് ചെയ്ത് കൊടുക്കുക? ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് എഴുതി കൊടുക്കുക. d/dx ഓഫ് ഇതിൽ ഓരോ ടേമിനും പ്ലസും മൈനസും ഉള്ള ഓരോ സെപ്പറേറ്റ് ടേമുകൾക്കും എന്തിട്ട് കൊടുക്കുക? d/dx ഓഫ് എന്തിട്ട് കൊടുക്കുക? d/dx ഓഫ് 2x, d/dx ഓഫ് 3y, d/dx ഓഫ് sin y, ഇങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചോ. d/dx ഓഫ് 2x, 2നെ പുറത്ത് വെച്ചാൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താടാ? അപ്പോൾ 2 × എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. 2നെ ഞാൻ പുറത്ത് വെച്ചു, ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്നാണ് അവിടെ കാണാനുള്ളത്. ഇനി ഇവിടെയോ 3നെ ഞാൻ പുറത്ത് വെച്ചു, ഡെറിവേറ്റീവ് ഓഫ് വൈ ആണ്. ഡെറിവേറ്റീവ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതുകൊണ്ട് dy/dx എന്ന് ഇട്ടു. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഇവിടെ sin y ആണ്. വിത്ത് റെസ്പെക്ട് ടു എന്തിലാണ് കാണുന്നത്? എക്സിലാണ് കാണുന്നത്. നേരത്തെ ഇവിടെയൊക്കെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് കണ്ടത്. എക്സിൽ കണ്ടുകൊണ്ട് അതിൻ്റെ നേരെ ഡെറിവേറ്റീവ് കാണാൻ പറ്റും. ഇവിടെ എക്സിലും ആണ് ഫംഗ്ഷൻ, ഇവിടെ എന്തിലും ആണെടാ? വൈയിലുമാണ്. sin x ആണെങ്കിൽ നേരിട്ട് cos x എന്ന് എഴുതാം. sin y ആണെങ്കിൽ sin y-ൻ്റെ ഡെറിവേറ്റീവ് cos y ആണ്. ഇൻറ്റു dy/dx കൂടി എഴുതി കൊടുക്കണം നിങ്ങൾ. ആ ഉള്ളിലുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നേരത്തെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ പറഞ്ഞില്ലേ, ഉള്ളിലുള്ള ഫംഗ്ഷനാണ് y. y-ൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു എന്ന് പറയണം, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y എന്ന് പറയണം. സോറി, കോമ്പോസിറ്റ് ഫംഗ്ഷനിൽ പറഞ്ഞ അതേപോലെ ഉള്ളിലുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വീണ്ടും കാണണം. സൈനിൻ്റെ ഡെറിവേറ്റീവ് കണ്ടു, cos y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y ആണ് dy/dx. അപ്പോൾ ഈ ടേമിലും എന്തുണ്ട്? dy/dx ഉണ്ട്. ഞാൻ ഈ ടേമിന് എടുത്തിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്ത് കിട്ടും? -3 dy/dx. ഇപ്പുറത്തെ സൈഡിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? 2 × 1 ആകുമ്പോൾ 2 മാത്രമേ ഇപ്പുറത്തെ സൈഡിൽ ഉണ്ടാവുള്ളൂ. ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ട് ആരുണ്ടടാ? dy/dx ഇല്ലേ? ഇതിന് രണ്ടും കോമൺ ആയിട്ട് ഞാൻ dy/dx പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഉള്ളിൽ ഇവിടെ cos y മാത്രം ഉണ്ടാവുക, ഇവിടെ -3 ഉണ്ടാവുക. cos y -3 ഉണ്ടാവുക. ആ cos y -3നെ ഇപ്പുറത്തേക്ക് കൊടുന്നു ഞാൻ. ഓക്കെ, അപ്പോൾ dy/dx = എന്ത് കിട്ടും? അവിടെ dy/dx മാത്രം ഉണ്ടാവും, ഇപ്പുറത്ത് ഓൾറെഡി 2 ഉണ്ട്. അപ്പോൾ 2 / cos y -3 എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കാണേണ്ടത്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യനും നിങ്ങൾ അതേപോലെ സ്കിപ്പ് ചെയ്യരുത്. പബ്ലിക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകൾ മാത്രം എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യനുകളൊന്നും ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേടാ? നെക്സ്റ്റിലേക്ക് പോട്ടെ. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് കാണാനുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ കുറച്ച് ഇക്വേഷൻസ് നിങ്ങൾ +1 പഠിച്ച ഇക്വേഷനുകൾ തന്നെയാണ്. അതിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ആവശ്യമുള്ള ഇക്വേഷനുകൾ ഒന്ന് ഇതാണ്, ഒന്ന് ഇതാണ്,
ഒന്ന് ഇതാണ്. ഇത് മൂന്നും വെച്ചിട്ട് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, അതേപോലെ ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിർബന്ധമായിട്ടും ഇതിലെല്ലാം പഠിച്ചു വെക്കണം. നിർബന്ധമായിട്ടും ഇനി പഠിക്കാൻ ഒക്കെ കൂടി പഠിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഈ വട്ടട്ടച്ചതെങ്കിലും എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇത് ഓരോന്നും വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ചോ. ഇനി ക്വസ്റ്റ്യനിലേക്ക് പോകും. ഇതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് കാണിച്ചു തരാം. ഇതാ y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2x പ്ലസ് 1 പ്ലസ് എക്സ് സ്ക്വയർ, 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അതായത് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചോദിക്കുക 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്നാ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. ഇത് എങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക? 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്നാ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. ഈ ടാൻ ഉള്ളിടത്തൊക്കെ എന്തായിരിക്കും? എക്സ് ആയിരിക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇതെങ്ങനെയാണ് ഉണ്ടാവുക? 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ എന്നാണ് ഉണ്ടാവുക. ഇവിടെ ഈ എക്സ് ഉള്ളിടത്തൊക്കെ സൈൻ എക്സ് ഉള്ളിടത്തൊക്കെ എക്സ് സ്ക്വയർ ആയിരിക്കും. 3x മൈനസ് 4x ക്യൂബ് എന്നുള്ള രൂപത്തിൽ ആ ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, അപ്പോൾ ഈ ഫോമിൽ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് തന്നു? 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്നാണ്. അത് ഏതിൻ്റെ ഇക്വേഷൻ ആടാ? 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഏത് ഫോമില? സൈൻ 2θൻ്റെ ഇക്വേഷൻ അല്ലേ? സൈൻ 2θ വരുന്ന സമയത്താണ് 2 tan θ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ θ. ആ ഇക്വേഷന് എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കണം? എക്സിന് പകരം ടാൻ തീറ്റ കൊടുക്കണം. ഈ ഇക്വേഷനിൽ പുട്ട് എക്സ് ഈക്വൽ ടു എന്തെടുത്തു? ഞാൻ ടാൻ തീറ്റ എന്നെടുത്തു. തീറ്റ ഈക്വൽ ടു എന്തെടുത്തു? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് കൊടുത്തു. തീറ്റ ടാനിനെ പത്തേക്ക് കൊടുത്താൽ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്നാവില്ലേ? അപ്പോൾ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. അത് അവിടെ വെച്ചു. ഓക്കെ, ഇനി ഈ ടാൻ തീറ്റനെ നേരെ കൊടുത്തിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഈ കാണുന്ന 2xന് പകരം 2 ഇൻറ്റു ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ, 2 ഇൻറ്റു ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു ആൻസർ എന്താടാ? സൈൻ 2θ എന്നല്ലേ? സൈൻ 2θ എന്ന് കൊടുത്തു. ഇതിന് പകരം നേരെ സൈൻ 2θ എന്ന് കൊടുത്തു. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2θ, ഇൻവേഴ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2θ. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അതേപോലെ തന്നെ സൈൻ ഇൻവേഴ്സ് ഓഫ് 2θ എന്ന് പറഞ്ഞാൽ 2θ ആണ്. 2θ എന്ന് പറഞ്ഞാൽ തീറ്റൻ്റെ വാല്യൂ എന്താടാ? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് അല്ലേ? അപ്പോൾ 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് കിട്ടി. ഇതാണ് y ഈക്വൽ ടു 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. ഇത് y ആയിട്ടുള്ളൂ. yനെ സിംപ്ലിഫൈ ചെയ്ത് ഈ തന്ന സാധനത്തിനെ സിംപ്ലിഫൈ ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ഇനി അതിൻ്റെ ഡെറിവേറ്റീവും കൂടി കാണണം. ഡെറിവേറ്റീവ് കാണാനാണ് dy/dx കാണാനാണ് നമ്മൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ഡെറിവേറ്റീവ് ആണെങ്കിൽ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. dy/dx ഈക്വൽ ടു 2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതിനോട് പുറത്ത് വെച്ചു. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. നമ്മൾ ആദ്യം എഴുതിയ റിസൾട്ടിൽ ഉണ്ടാവും, എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ 2 ഇൻറ്റു 1/1 പ്ലസ് എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2/1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടൂടാ. സിമ്പിൾ സാധനമാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇൻവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ക്ലിയർ അല്ലേടാ? And the next one, 1 minus x square divided by 1 plus x square. 1 minus x square divided by 1 plus x square. ഇവിടെ പറഞ്ഞില്ലേ 1 minus x square divided by 1 plus x square. പുറത്ത് ആരും ഉണ്ടാവും? കോസ് ഇൻവേഴ്സ് ഓഫ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 1 മൈനസ് ടാൻ സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ. പുട്ട് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ, തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. അതൊക്കെ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിന് പകരം നേരെ കോസ് 2θ, ഇത് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 2θ 2θ ആക്കി, 2θ 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആക്കി. ഇതിൻ്റെ അവിടുന്ന് താഴേക്കുള്ള സ്റ്റെപ്പുകൾ നേരത്തെ ചെയ്ത് അതേ സ്റ്റെപ്പ് തന്നെയാണ്. ഡെറിവേറ്റീവ് കണ്ടു. dy/dx ഈക്വൽ ടു 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ. രണ്ടിൻ്റെയും ഫൈനൽ ആൻസർ സെയിം തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ചെയ്യേണ്ട മെത്തേഡിൽ ചെറിയൊരു മാറ്റമുണ്ട്. ആ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓർത്ത് വെക്കുക, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ എക്സിന് പകരമൊക്കെ നിങ്ങൾ എന്താ കൊടുക്കേണ്ടത്? ടാൻ എക്സ് ആണ് അല്ലെങ്കിൽ ടാൻ തീറ്റയാണ് കൊടുക്കേണ്ടത് കേട്ടോ. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേടാ? ഇതാണ് ഇൻവേഴ്സിൽ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്തത് ലോഗരിതമിക് ഫംഗ്ഷൻ ആണ്. ലോഗരിതത്തിൽ നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കേണ്ടത്, ഏത് ക്വസ്റ്റ്യനിലേക്കാണ് ലോഗ് അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. എഫ് ഓഫ് എക്സ് റൈസ് ടു ജി ഓഫ് എക്സ്. ഒരു ഫംഗ്ഷൻ്റെ പവറിൽ വേറൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം? ലോഗ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒന്നിൽ കൂടുതൽ, രണ്ടിൽ കൂടുതൽ ഫംഗ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നു. എഫും ജിയും എച്ചും ഐ ഒക്കെ വേറെ വേറെ ഫംഗ്ഷൻസ് ആണെന്ന് വിചാരിച്ചോ. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം? ലോഗ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ കേസിലാണ് യൂസിങ് ലോഗ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ലോഗിൻ്റെ കുറച്ച് റിസൾട്ടുകളാണ്. ലോഗ് എ റൈസ് ടു ബി എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു ലോഗ് എ ആണ്. ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്. ഇ റൈസ് ടു ലോഗ് എക്സ് എന്ന് പറഞ്ഞാലും ലോഗ് ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാലും ലോഗും എക്സ്പോണൻഷ്യലും ഒരു ഓപ്പോസിറ്റ് ഫംഗ്ഷൻസ്, ഇൻവേഴ്സ് ഫംഗ്ഷൻസ് പോലെയാണ് വരുന്നത്. അപ്പോൾ എക്സ്പോണൻഷ്യലും ലോഗും കട്ട് ചെയ്യുന്ന പോലെ മനസ്സിലാലോചിച്ചാൽ മതി. കട്ട് ചെയ്ത് വെക്കരുത്. ലോഗും എക്സ്പോണൻഷ്യൽ ഒഴിവായി കഴിഞ്ഞാൽ ബാക്കി ആൻസർ എന്ത് വരും? എക്സ് കിട്ടും. ഈൻ്റെ പവറിൽ ലോഗ് എക്സ് വന്നാലും ലോഗിൻ്റെ ഉള്ളിൽ ഇ റൈസ് ടു എക്സ് വന്നാലും ആൻസർ എന്ത് തന്നെയാണ്? എക്സ് തന്നെയാണ് കേട്ടോ. ആൻഡ് ദ ലാസ്റ്റ് വൺ 1/a, ലോഗ് 1/a ഈക്വൽ ടു മൈനസ് ലോഗ് എ. ഇതും റിസൾട്ടുകളാണ്, നിങ്ങൾ ഓർത്ത് വെക്കേണ്ട റിസൾട്ടുകൾ കേട്ടോ. പഠിച്ചു വെക്കണേ. And the next, find y equal to x raised to x, find dy/dx. x raised to x ന്റെ ഡെറിവേറ്റീവ് ഒരു ഫംഗ്ഷൻ്റെ പവറിലല്ലടാ വേറൊരു ഫംഗ്ഷൻ ഉള്ളത്. x raised to x ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും ലോഗ് എടുത്തു. ഇവിടെ ലോഗ് എടുത്താൽ ലോഗ് y ആവും, ഇവിടെ ലോഗ് എടുത്താൽ ലോഗ് ഓഫ് എക്സ് റൈസ് ടു എക്സ് എന്നാവും. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണേ, മിസ് ചെയ്യരുത്. എക്സ് റൈസ് ടു എക്സിൻ്റെ ഉള്ളിലും എന്തെടുത്തു? ലോഗ് എടുത്തു. ഇവിടെ എക്സ് റൈസ് ടു എക്സിൻ്റെ റിസൾട്ടിൽ നമുക്ക് ലോഗ് ഓഫ് എ റൈസ് ടു ബി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഞാൻ ബി ഇൻറ്റു ലോഗ് എ എന്ന് പറയുന്ന റിസൾട്ടാണ്. അത് അപ്ലൈ ചെയ്തു. പവറിലുള്ള ആൾ ഞാൻ പുറത്തേക്ക് എടുത്തു. എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്ന് കിട്ടി.
ഓക്കെ. അപ്പോൾ ലോഗ് വൈ ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ്. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇവിടെ ഡെറിവേറ്റീവ് കാണുമ്പോൾ ലോഗ് എക്സ് ആണെങ്കിൽ 1/x എഴുതിയാൽ മതി. ഇവിടെ എക്സ് അല്ല 1/y എഴുതി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ. നേരത്തെ 1/sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് sin x ചെയ്തില്ലേ, അതേപോലെ 1/y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ d/dx ഓഫ് വൈ എഴുതി. ഇപ്പുറത്തോ ഇവിടെ രണ്ട് ഫംഗ്ഷൻസ് മൾട്ടിപ്ലൈ ആണ്ട്. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് റൂൾ ഉപയോഗിക്കണം? പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x വരും. ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്തും കിട്ടും? 1 കിട്ടും. ഇവിടുത്തെ എക്സും എക്സും ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? 1+ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1+ log x എന്നാണ് വരിക. അടുത്തത് ഇപ്പുറത്തെ സൈഡിൽ എന്തുണ്ടാ? 1/y ഇൻറ്റു dy/dx എന്നില്ലേ? ഈ ബൈ വൈനെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് ബൈ വൈനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ കിട്ടുക? ബൈ വൈനെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എന്താ കിട്ടുക? ഇൻറ്റു വൈ എന്നല്ല കിട്ടുക. അതാണ് ഇവിടെ ഇൻറ്റു വൈ എന്നാക്കി എഴുതുന്നത്. വൈ ഇൻറ്റു 1+ log x എന്ന് വരും. വൈ എന്താണോ ക്വസ്റ്റ്യനിൽ തന്നത്, ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഒരു വൈ തന്നിട്ടുണ്ടാവും. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്ന വൈ. വൈ എന്ന് പറയുന്നത് x⁻x അല്ലേ ലാസ്റ്റ് ആൻസറിൽ. അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അപ്പുറത്തുള്ള എല്ലാ ടേമിനും നിർബന്ധമായിട്ടും നിങ്ങൾ ബ്രാക്കറ്റിൽ ഇടണം. മറന്നു പോകരുത്. നിർബന്ധമായിട്ടും അപ്പുറത്തുള്ള മൊത്തം ടേമിനെ ബ്രാക്കറ്റിൽ ഇടുക. പുറത്ത് ബ്രാക്കറ്റിൻ്റെ പുറത്ത് വൈ എഴുതി കൊടുത്താൽ ലാസ്റ്റ് സ്റ്റെപ്പിൽ dy/dx ഈക്വൽ ടു ഈ വൈ എന്താണോ ക്വസ്റ്റ്യനിൽ തന്നത് ആ ക്വസ്റ്റ്യനിൽ തന്ന വൈനെ മാറ്റി എഴുതിയിട്ട് എന്ത് എഴുതി കൊടുക്കുക? തന്ന വൈ x⁻x ആണ്. അപ്പോൾ x⁻x ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 1+ log x. ഇതാണ് ഫൈനൽ ആൻസർ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, മിസ് ചെയ്യരുത് കേട്ടോ. ഇനി അതേപോലെ ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് y ഈക്വൽ ടു x⁻sin x എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഇതും നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കുക. ഇതേപോലെ ചെയ്യാൻ പറ്റൂ കേട്ടോ. ഇത് ചെയ്ത് അതേപോലെ ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ dy/dx ആണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അതിനെ വീണ്ടും ഡെറിവേറ്റീവ് കാണുന്നതിനാണ് എന്താ പറയുക? സെക്കൻഡ് ഓർഡർ എന്ന് പറയുക. d²/dx² പറയും, f'(x) എന്ന് പറയും, y' എന്ന് പറയും, അല്ലെങ്കിൽ y2 എന്ന് പറയും. ഈ ഫോമിലൊക്കെ ഇതിനെന്ത് ചെയ്യും? റെപ്രസെൻറ്റ് ചെയ്യും കേട്ടോ. ഇതിൽ ഏത് കണ്ടാലും മനസ്സിലാക്കുക സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് കാണാൻ പറഞ്ഞത് കേട്ടോ. y ഈക്വൽ ടു sin x ആണെന്ന് വിചാരിച്ചോ. എന്താ dy/dx? ഫസ്റ്റ് ഡെറിവേറ്റീവ് sin x ഡെറിവേറ്റീവ് കണ്ടാൽ cos x കിട്ടും. d²y/dx² എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇതുണ്ട്. ഇവിടെ നിന്നല്ല, ഇതിനെ കണ്ടുപിടിച്ച ഡെറിവേറ്റീവിനെ വീണ്ടും ഡെറിവേറ്റീവ് കാണുമ്പോഴാണ് d²/dx² ആവുക. cos x ഡെറിവേറ്റീവ് കണ്ടാൽ എന്ത് കിട്ടുക? -sin x കിട്ടും. അതാണ് സിമ്പിളി അതിലേക്ക് മനസ്സിലാവാനുള്ള ഒരു സാധനം. ഒരു ഫംഗ്ഷന് ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് കണ്ടു, ആ കിട്ടിയ ആൻസറിനെ വീണ്ടും ഡെറിവേറ്റീവ് കാണുന്നതിനാണ് എന്താ പറയുക? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയാം കേട്ടോ. ഇതാ ക്വസ്റ്റ്യനിലേക്ക് വന്നോ. y ഈക്വൽ ടു sin ഇൻവേഴ്സ് ഓഫ് x ഹോൾ സ്ക്വയർ. പ്രൂവ് ദാറ്റ് 1 - x² y' പ്ലസ് x ഇൻറ്റു y' ഈക്വൽ ടു 2. ഇത് പ്രൂവ് ചെയ്യാൻ ഞങ്ങളോട് പറഞ്ഞത്. ഇത് ആൻസറിലേക്ക് നിങ്ങൾക്ക് കിട്ടണം. അപ്പോൾ നിങ്ങൾ ആദ്യം വൈനെ എടുത്തോ. വൈ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. എടാ സ്ക്വയർ അല്ലേ പുറത്തുള്ളത്? ഡെറിവേറ്റീവ് ഓഫ് x² എന്ന് പറഞ്ഞാൽ ആൻസർ എന്താടാ? 2x എന്നല്ലേ? ഡെറിവേറ്റീവ് ഓഫ് x² എന്ന് പറഞ്ഞാൽ ആൻസർ എന്താ? 2x ആണ്. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കണ്ടാൽ 2 ഇൻറ്റു ആ ഉള്ളിലുള്ള സാധനം വരിക. എക്സിൻ്റെ സ്ഥാനത്ത് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. അപ്പോൾ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ആണെങ്കിൽ ഇവിടെ അവസാനിപ്പിച്ചാൽ മതി. എക്സിന് പകരം ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആയതുകൊണ്ട് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എന്തും കൂടി ചെയ്യണം? സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ചെയ്യണം. കോമ്പോസിറ്റ് ഫംഗ്ഷനിൽ നേരത്തെ പറഞ്ഞ അതേ സാധനം. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താടാ? 1/√1 - x² ആണ്. ഈ ഡിനോമിനേറ്ററെ ഞാൻ എടുത്ത് ഇപ്പുറത്തേക്ക് കൊടുന്നു. അപ്പോൾ ഇവിടെ dy/dx ഓൾറെഡി ഉണ്ട്. അപ്പോൾ √1 - x² ഇൻറ്റു dy/dx ഈക്വൽ ടു 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് കിട്ടി. ഈ കിട്ടിയ ആൻസറിനെ വീണ്ടും എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് അഗെയിൻ. വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇവിടെ ഡെറിവേറ്റീവ് കാണുമ്പോൾ ഇവിടെ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. ഫസ്റ്റും സെക്കൻഡും പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം, നിർബന്ധമാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇതാക്കിയിട്ട് എടുക്കുക, സെക്കൻഡ് ഫംഗ്ഷൻ ഇതാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് dy/dx വീണ്ടും ഡെറിവേറ്റീവ് കണ്ടാൽ എന്ത് കിട്ടുക? d²y/dx² കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതിനെ വീണ്ടും ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് സെക്കൻഡ് ഓർഡർ. അപ്പോൾ dy/dx ഡെറിവേറ്റീവ് ആണ് d²y/dx². ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ അതേപോലെ ഇത് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് √x ഡെറിവേറ്റീവ് ഡെറിവേറ്റീവ് ഓഫ് √x എന്ത് ചെയ്യുന്നൂടാ? 1/2√x ആണ് റിസൾട്ട്. 1/2√x അതാണ് ഇവിടെ എഴുതിയത്. 1/2√xന്റെ സ്ഥാനത്ത് ഇവിടെ ആരാ? 1 - x² ആ കഴിഞ്ഞില്ല. 1 - x ആണെങ്കിൽ അവിടെ അവസാനിപ്പിക്കായിരുന്നു. 1 - x² ആയതുകൊണ്ട് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എന്തും കാണണം? ഈ കണ്ടുപിടിച്ചത് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 - x². 1ന്റെ ഡെറിവേറ്റീവ് 0 ആയി. x² ഡെറിവേറ്റീവ് -2x. x² ആയതുകൊണ്ട് -2x എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് കിട്ടുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ 2നെയും കട്ട് ചെയ്ത് കളയാം. അപ്പോൾ -2/√x². അല്ലല്ല, ഇവിടെ ഇപ്പുറത്തെ സൈഡ് എന്ത് ചെയ്യണം? ഈ സൈഡിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സൈഡിലേ കണ്ടിട്ടുള്ളൂ. ഇപ്പുറത്തെ സൈഡിൽ ആരുണ്ട്? ഇതാടാ ഇവിടെ നോക്കിയേ. 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്നില്ലേ? 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് അപ്പുറത്തെ സൈഡിലുള്ളതിൻ്റെ ഡെറിവേറ്റീവും കൂടി കാണങ്ങൾ. 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 2 അവിടെ നിർത്തി. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/√1 - x². അതാണ് അപ്പുറത്ത് എഴുതി വെച്ചത് കേട്ടോ. ഇവിടെ നിങ്ങൾ 2നെയും കട്ട് ചെയ്തിട്ട് -x അടുത്ത സ്റ്റെപ്പിൽ എഴുതുക കേട്ടോ. ഇവിടെ ഉണ്ട്, ഇതാ ഇവിടെ ഇരിക്കോ. ഈ സ്റ്റെപ്പിന് ബാക്കി ഉണ്ടാവുക dy/dx².
ഡി എക്സ് ഇൻറ്റു -x/√(1 - x²). അപ്പോൾ ഇനി നമുക്ക് റിസൾട്ടിലേക്ക് വേണ്ടത് ഇവിടെ 1 - x² എന്നല്ലടാ, y ഡബിൾ ഡാഷ് ഇവിടെ ഉണ്ട്, y ഡബിൾ ഡാഷ് തന്നെയല്ലേ d²y/dx². അതേപോലെ തന്നെ -x ഇവിടെ ഉണ്ട്, -x ഇൻറ്റു ഈ സാധനത്തിന് dy/dx ഇവിടെ ഉണ്ട്. ഇയാളെ ഒഴിവാക്കണം, അപ്പുറത്ത് 2 എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ മുകളിലുള്ള ആളെയും ഒഴിവാക്കണം. അപ്പോൾ റൂട്ട് ഇൻഡൽ ടേമിന് √(1 - x² എന്നുള്ളതാണ് ഒഴിവാക്കേണ്ടത്. ഇവിടെയും താഴത്തല്ലേ ഉള്ളത്. അപ്പോൾ ആ ടേം കൊണ്ട് ത്രൂ ഔട്ട് ഇക്വേഷൻ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈഡ് ബൈ √(1 - x²). ഇവിടെ ശ്രദ്ധിച്ചോടാ, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും, √x ഇൻറ്റു √x ചെയ്താൽ ആൻസർ എന്താ, x എന്നല്ലേ. അതേപോലെ തന്നെ √(1 - x² ഇൻറ്റു √(1 - x² എന്ന് പറഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും, വെറും 1 - x² എന്ന് കിട്ടും, റൂട്ട് ഇല്ലാത്ത ടേം. അതേപോലെ തന്നെ അവിടെ എന്തുണ്ട്, d²y/dx² ഉണ്ട്, അത് ഞാൻ അവിടെ എഴുതി. ക്ലിയർ അല്ലേ. ഇനി രണ്ടാമത്തിലോ, ഇവിടെ ബൈ √(1 - x² എന്നുണ്ട്, അതിനെ √(1 - x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, ആ രണ്ട് ടേമുകളും √(1 - x² മുകളിലുള്ളതും താഴത്തുള്ളതും എന്തായി പോകും, കട്ടായി പോകും. ഇവിടെ അതേപോലെ തന്നെ √(1 - x²ഉം √(1 - x² എന്തായി പോകും, കട്ടായി പോകും. അപ്പോൾ ബാക്കി ഉണ്ടാവുന്ന റിസൾട്ട് -x ഇൻറ്റു dy/dx = 2 എന്ന് കിട്ടും. അതിനെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന ഫോമിലേക്ക് എഴുതുകയാണെങ്കിൽ 1 - x² ഇൻറ്റു y ഡാഷ് -x ഇൻറ്റു y ഡബിൾ ഡാഷ് -x ഇൻറ്റു y ഡാഷ് = 2. ഹെൻസ് ദി പ്രൂഫ് എന്ന് എഴുതി കൊടുക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, യാതൊരു കാരണവശാലും ഇത് മിസ് ചെയ്യരുത്. നമ്മളൊരു 8-10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിർബന്ധമായിട്ടും അതിലുള്ള എല്ലാ ക്വസ്റ്റ്യനുകളും പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി ഇതിൽ ക്വസ്റ്റ്യൻസ് ഇല്ല, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു. നല്ല ഉഷാറായിട്ട് പഠിക്കാം, മിസ് ചെയ്യരുത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുകൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എടുത്ത് നിർബന്ധമായിട്ടും ഈ ക്വസ്റ്റ്യനുകളെങ്കിലും പഠിച്ചിട്ട് എക്സാമിന് പോകുക കേട്ടോ. ഒന്നും പഠിക്കാത്ത ആളുകൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻ നോക്കാതെ എക്സാമിന് പോകരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.